ഇന്ന് നമ്മൾ റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം എന്ന ചാപ്റ്ററിന്റെ രണ്ടാമത്തെ സെഷനാണ് പഠിക്കുന്നത്. ഫസ്റ്റ് പോർഷൻ ഓഫ് ദാറ്റ് ഈസ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. കേട്ടോ, അപ്പൊ നമ്മൾ ഈ ഇൻട്രൊഡക്ഷൻ പോർഷൻ പഠിച്ചു കഴിഞ്ഞതാണ് കഴിഞ്ഞ സെഷനിൽ. ഇനി നമ്മൾ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് പഠിക്കുന്നത്. കേട്ടോ, അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഒരു സിംഗിൾ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ പേരന്റ് ദാറ്റ് ഈസ് കേപ്പബിൾ ഓഫ് പ്രൊഡ്യൂസിങ് ആൻ ഓസ്പ്രിങ്, അതായത് ഒരു സിംഗിൾ ഇൻഡിവിജ്വലിന് അല്ലെങ്കിൽ ഒരു പേരന്റിന് അതിന്റെ പ്രോജനീനെ അല്ലെങ്കിൽ അതിന്റെ കുഞ്ഞിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ളതിനെയാണ് നമ്മൾ അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അസെക്ഷൽ റീപ്രൊഡക്ഷന്റെ ഫലമായിട്ടുണ്ടാകുന്ന ഓസ്പ്രിങ് അത് എല്ലാ ഓസ്പ്രിങ്സും ഒരേപോലെ ഇരിക്കും എന്ന് മാത്രം അല്ല, അത് പേരന്റിന്റെ എക്സാക്ട് കോപ്പി ആയിരിക്കും. എന്ന് പറഞ്ഞാൽ അവർ ജനറ്റിക്കലി മോർഫോളജിക്കലി ഐഡന്റിക്കൽ സിബ്ലിങ്സും ഐഡന്റിക്കൽ ടു ദെയർ പേരൻസും ആയിരിക്കും. അതായത് ജനറ്റിക്കലി മോർഫോളജിക്കലിയും അവരുടെ സിബ്ലിങ്സ്, അതായത് എല്ലാ പ്രോജനീസും ഒരേപോലെ ആയിരിക്കും. അതേപോലെ തന്നെ ഇവര് ആ പേരന്റിനെ പോലെ തന്നെയുള്ള ഓർഗാനിസംസ് ആയിരിക്കും. ഇങ്ങനെ ജനറ്റിക്കലി മോർഫോളജിക്കലി ഐഡന്റിക്കൽ ആയിട്ടുള്ള ഓർഗാനിസത്തിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന പേരാണ് ക്ലോൺ എന്ന്. കേട്ടോ, അപ്പൊ നോക്കിയേ, asexual reproduction in this method a single individual or parent is capable of producing offspring. As a result, the offspring that are produced are not only identical to one another but are also exact copies of their parent. Are these offspring likely to be genetically identical or different? They will be genetically identical, right? കാരണം എന്താ, ഒരു മൈറ്റോട്ടിക് ഡിവിഷൻ വഴിയാണ് അവിടെ റിപ്രൊഡക്ഷൻ ചെയ്യുന്നത്. The term clone is used to describe such morphologically and genetically similar individual. ഓക്കെ, അതേപോലത്തെ ജനറ്റിക്കലി ആൻഡ് മോർഫോളജിക്കലി സിമിലർ ഇൻഡിവിജ്വലിനെ പറയുന്നത് എന്താണ്, ക്ലോൺ എന്നാണ്. എന്ന് പറഞ്ഞാൽ അസെക്ഷൽ റിപ്രൊഡക്ഷനിൽ മിയോട്ടിക് ഡിവിഷൻ എന്ന് പറയുന്ന ഒന്ന് നടക്കുന്നില്ല അസെക്ഷൽ റിപ്രൊഡക്ഷന്റെ ഭാഗമായിട്ട്. അതുകൊണ്ട് തന്നെ അവര് എക്സാക്ട് കോപ്പി മൈറ്റോട്ടിക് ഡിവിഷൻ വഴി ആ ബോഡിയുടെ ഏതെങ്കിലും ഒരു പാർട്ട് മോഡിഫൈ ചെയ്തിട്ടാണ് ഒരു പുതിയ ഓർഗാനിസം ആയിട്ട് മാറുന്നത്. അത് ഏതൊക്കെ തരത്തിൽ നടക്കാം എന്നാണ് ഇനി പറയുന്ന ടോപ്പിക്കിൽ കൊടുത്തിട്ടുള്ളത്. കേട്ടോ, ഇവിടെ കൊടുത്തിട്ടുള്ളത് സെൽ ഡിവിഷൻ ഇൻ യൂണിസെല്ലുലാർ ഓർഗാനിസം, ദാറ്റ് ഈസ് ബഡ്ഡിംഗ് ഇൻ ഈസ്റ്റ് ആൻഡ് ബൈനറി ഫിഷൻ ഇൻ അമീബ. അമീബയിലെ ബൈനറി ഫിഷനും അതുപോലെ തന്നെ ഈസ്റ്റിലെ ബഡ്ഡിങ്ങും ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് രണ്ടും അസെക്ഷൽ റിപ്രൊഡക്ഷൻ ആണ്, അല്ലെ. സി ഹിയർ ഒരു പേരന്റൽ സെല്ലുണ്ട് ഈസ്റ്റിന്റെ. ഈ പേരന്റൽ സെല്ലിന്റെ ന്യൂക്ലിയസ് ആണ് ദാ ഈ കാണുന്നത്. ഈ ന്യൂക്ലിയസ് രണ്ടായിട്ട് മാറും, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ന്യൂക്ലിയസ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പതുക്കെ ഒരു ബഡ് ഫോം ചെയ്യും അതിന്റെ ബോഡിയിൽ. ഈ ബഡിന്റെ ഉള്ളിലേക്ക് ഈ പറയുന്ന ഒരു ന്യൂക്ലിയസ് എൻട്രി ചെയ്യും. കംപ്ലീറ്റ് ഒരു ന്യൂക്ലിയസ് ഇതിന്റെ ഉള്ളിലേക്ക് എൻട്രി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബഡ് കംപ്ലീറ്റ് ഈ സൈറ്റോപ്ലാസത്തിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് വേറൊരു സ്ട്രക്ചർ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് കാണും. കണ്ട, ഇവിടെ ഒരു ബൗണ്ടറി വന്നു ഈ രണ്ട് ബഡിനും അതേപോലെ തന്നെ നോർമൽ സൈറ്റോപ്ലാസത്തിനും തമ്മിൽ. എന്നിട്ട് ഈ ബഡ് ഡിറ്റാച്ച് ചെയ്യും ഇതിന്റെ ബോഡിയിൽ നിന്ന്. ബഡ് ഡിറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അതൊരു കംപ്ലീറ്റ് ഓർഗാനിസം ആയിട്ട് ഡെവലപ്പ് ചെയ്യും. ഈ ഓരോ ബഡും ഈസ്റ്റിന്റെ മേലെ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് പോകുമ്പോൾ ആ ഡിറ്റാച്ച് ചെയ്ത ഭാഗത്ത് ഒരു മുറിവിന്റെ മാർക്ക് ഉണ്ടാവും. അതിനാണ് ഒരു സ്കാർ മാർക്ക് ഉണ്ടാവും. കേട്ടോ, ഇവിടെ എത്ര സ്കാർ മാർക്ക് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ബഡ്സ് ഇതിനകത്തുനിന്ന് പ്രൊഡ്യൂസ് ചെയ്തു എന്നാണ് അതിന്റെ അർത്ഥം. കേട്ടോ, ഇത് ബഡ്ഡിംഗ് ആണ്. ഈ ഒരു അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ബഡ്ഡിംഗ് ആണ്. ഇനി നോക്കിയേ, അമീബയുടെ കേസിൽ നോക്കിക്കേ, കണ്ട അമീബ, ഒരു മിനിറ്റ്, അമീബയിലെ ബൈനറി ഫിഷൻ കണ്ട. സി ഹിയർ, ഇതാണ് അമീബ പേരന്റൽ സെൽ എന്ന് പറയുന്നത്. അതിന്റെ ന്യൂക്ലിയസ് ആണ് ഇരിക്കുന്നത്. ആ ന്യൂക്ലിയസ് പതുക്കെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ അത് ഗ്രോ ആവുന്നതാണ് ഈ കാണുന്നത്. എന്നിട്ട് അത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് അത് രണ്ട് പോളിലേക്ക് മൂവ് ചെയ്യും. കണ്ട, രണ്ട് അറ്റത്തേക്ക് പോയി രണ്ട് ന്യൂക്ലിയസ്. ഈ രണ്ട് അറ്റത്തേക്ക് പോയി രണ്ട് ന്യൂക്ലിയസ് ആ രണ്ട് സെല്ലിന്റെ ഉള്ളിലാക്കിക്കൊണ്ട് ഒരു ബൈനറി ഫിഷൻ നടക്കും. ഈ ബൈനറി ഫിഷൻ മൈറ്റോട്ടിക് ഡിവിഷൻ ആണ്. കേട്ടോ, ദിസ് ബൈനറി ഫിഷൻ ഈസ് മൈറ്റോട്ടിക് ഡിവിഷൻ. ബൈനറി ഫിഷൻ അമീബയിലും പാരമീഷ്യത്തിലും അതുപോലെ തന്നെ ഇതിനകത്ത് ബാക്ടീരിയയിലൊക്കെ നടക്കുന്നത് മൈറ്റോട്ടിക് ഡിവിഷൻ ആണ്. കേട്ടോ, അപ്പോൾ ഇത് ഒരു തരത്തില് അമീബയിൽ കാണുന്ന ബൈനറി ഫിഷൻ, ദാറ്റ് ഈസ് അനദർ ടൈപ്പ് ഓഫ് അസെക്ഷൽ റിപ്രൊഡക്ഷൻ. ഓക്കെ, ഇനി നോക്കിക്കേ ഏതൊക്കെ തരത്തിലാണ് അസെക്ഷൽ റിപ്രൊഡക്ഷൻ നടക്കുന്നത് എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സി ഹിയർ, ദ അസെക്ഷൽ റിപ്രൊഡക്ഷൻ ഇറ്റ് ഈസ് ഡിഫറെന്റ് ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം. ദേ വിൽ ഷോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അസെക്ഷൽ റിപ്രൊഡക്ഷൻ. സാധാരണ ലോവർ ഓർഗാനിസത്തിലാണ് അസെക്ഷൽ റിപ്രൊഡക്ഷൻ കാണുന്നത്. പലതരത്തിലുള്ള ഓർഗാനിസത്തിലെ പലതരത്തിലുള്ള അസെക്ഷൽ റിപ്രൊഡക്ഷൻ ആയിരിക്കും കാണാം. അസെക്ഷൽ റിപ്രൊഡക്ഷൻ സിംഗിൾ സെൽ ഓർഗാനിസത്തിൽ കാണുന്നത് ബൈനറി ഫിഷൻ വഴിയായിരിക്കും. അതുപോലെ പ്ലാന്റ്സിലും ആനിമൽസിലും സിമ്പിൾ ഓർഗനൈസേഷൻ ഉള്ള പ്ലാന്റ്സിലും ആനിമൽസിലും സാധാരണയായിട്ട് അസെക്ഷൽ റിപ്രൊഡക്ഷൻ കാണാറുണ്ട്. ഓക്കെ, അതേപോലെ
പ്രോട്ടിസ്റ്റ ആൻഡ് മൊണീറ പേരന്റൽ ബോഡി ഡിവൈഡ് ചെയ്തിട്ട് രണ്ട് ന്യൂ ഇൻഡിവിജ്വൽ ആയിട്ട് മാറുകയാണ് ചെയ്യുക. കണ്ടോ, ഇത് പ്രോട്ടിസ്റ്റയിൽ വരുന്നതല്ലേ, അത് രണ്ട് ന്യൂ സെൽസ് ആയിട്ട് മാറുകയാണ് ചെയ്യുക. ഇത് ബൈനറി ഫിഷൻ എന്നാണ് അറിയപ്പെടുന്നത്. അല്ലെങ്കിൽ ഈ റീപ്രൊഡക്ഷന്റെ ഭാഗമായിട്ട് ഈ ഓർഗാനിസം സെൽ ഡിവിഷൻ നടത്തുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും കേട്ടോ. ഇവിടെ ഒരു സെല്ല് ഡിവൈഡ് ചെയ്തിട്ട് രണ്ട് ഈക്വൽ ആയിട്ടുള്ള സെല്ലായിട്ട് മാറിയും അത് ഒരു റാപ്പിഡ്ലി ഗ്രോ ചെയ്ത ഒരു അഡൽട്ട് ഓർഗാനിസം ആയിട്ട് മാറും. അതിന് എക്സാമ്പിൾ ആണ് അമീബ, പാരമീഷ്യോ ഒക്കെ കേട്ടോ. അമീബ പാരമീഷ്യത്തിലൊക്കെ നടക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ട്രാൻസ്വേഴ്സ് ബൈനറി ഫിഷൻ ആണ്. ട്രാൻസ്വേഴ്സ് ബൈനറി ഫിഷൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ പാരമീഷ്യം ഇരിക്കുന്നതാ ഇതേപോലെ ഒരു ചെരുപ്പിന്റെ ഷേപ്പിലാണ് പാരമീഷ്യം ഇരിക്കുന്നത് അല്ലേ. ഇതേപോലെ ഇരിക്കുന്ന ഈ പാരമീഷ്യത്തിന്റെ ഡിവിഷൻ നടക്കുന്നത് ഇങ്ങനെയായിരിക്കും ഡിവിഷൻ നടക്കുക. അതാണ് ട്രാൻസ്വേഴ്സ് ബൈനറി ഫിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ ഈസ്റ്റിന്റെ കേസിലാണെങ്കിൽ ഡിവിഷൻ അൺഈക്വൽ ആയിരിക്കും. ഒരു ചെറിയ ബഡ് പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് പാരന്റൽ സെല്ലിൽ നിന്ന് ഒരു പുതിയ ഓർഗാനിസം ഉണ്ടാകുന്നത്. ഓക്കെ, ബഡ്സ് ആർ പ്രൊഡ്യൂസ് ദാറ്റ് റിമെയിൻ അറ്റാച്ച്ഡ് ഇനീഷ്യലി ടു ദ പാരന്റ് സെൽ വിച്ച് ഈവൻച്വലി ഗെറ്റ് സെപ്പറേറ്റഡ് ആൻഡ് മെച്യൂർ ഇൻ ടു ന്യൂ ഈസ്റ്റ് ഓർഗാനിസം. നമ്മൾ ആ ഡയഗ്രാം കണ്ടില്ലേ, അതിനകത്ത് ഫസ്റ്റ് അത് പാരന്റൽ ഓർഗാനിസത്തിന്റെ ഭാഗമായിട്ട് ഡെവലപ്പ് ചെയ്യും. അത് കുറച്ച് കഴിഞ്ഞ് ന്യൂക്ലിയസ് ഒക്കെ റിസീവ് ചെയ്ത് കഴിയുമ്പോൾ പതുക്കെ പാരന്റൽ ബോഡിയിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്തിട്ട് ഒരു പുതിയ ഓർഗാനിസം ആയിട്ട് മാറും കേട്ടോ. ഇനി അൺഫേവറബിൾ കണ്ടീഷനിൽ അമീബ അതിന്റെ സ്യൂഡോപോഡിയനെയൊക്കെ വിഡ്രോ ചെയ്തിട്ട് ഒരു 3 ലെയർഡ് ഹാർഡ് കവറിംഗ് അല്ലെങ്കിൽ സിസ്റ്റ് വോൾ അതിന്റെ ചുറ്റും ഉണ്ടാക്കും. ഇതിനെ എൻസിസ്റ്റേഷൻ എന്നാണ് പറയാം. ഓക്കെ, ഫേവറബിൾ കണ്ടീഷനിൽ അത് എൻസിസ്റ്റഡ് അമീബ നേരെ എന്താണ് നോർമൽ സ്റ്റേജിലേക്ക് വരികയും അത് മൾട്ടിപ്പിൾ ഫിഷൻ വഴി വീണ്ടും റീപ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ ഓർഗാനിസം ബൈനറി ഫിഷൻ വഴി മാത്രമല്ല ഡിവൈഡ് ചെയ്യുന്നത്, അത് മൾട്ടിപ്പിൾ ഫിഷൻ വഴിയും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഈ പല ഒരു ചെറിയ അമീബാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്യൂഡോപോഡിയോസ്പോറിൽ നിന്നാണ്. ഞാനത് കാണിച്ചു തരാം എങ്ങനെയാന്ന്. സീഹിയോ അമീബ എന്ന് പറയുന്ന ഒരു ഷേപ്പ്ലെസ് ഓർഗാനിസം ആണ് അല്ലേ. ഇത് ഇങ്ങനെയൊക്കെ ആയിരിക്കും അതിന്റെ ഷേപ്പ് ഇരിക്കുന്നത്. ഇതിന്റെ ഉള്ളിൽ ഒരു ന്യൂക്ലിയസും കാണാം. ഈ അമീബ ഈ അൺഫേവറബിൾ കണ്ടീഷൻ വരുമ്പോൾ എന്ത് ചെയ്യുന്നത്, ഈ സ്യൂഡോപോഡിയനെയൊക്കെ വിഡ്രോ ചെയ്തിട്ട് അത് ഒരു വളരെ കട്ടിയുള്ള ഒരു സിസ്റ്റ് വോൾ ഉണ്ടാക്കും. ഈ ഒരു പ്രോസസ്സിനെ എൻസിസ്റ്റേഷൻ എന്നാ പറയാം കേട്ടോ. ഇങ്ങനെ ഒരു സിസ്റ്റ് വോൾ ഉണ്ടാക്കും. ഒരു 3 വോൾ കൂടി ഇതാണ് കേട്ടോ അതിന്റെ സിസ്റ്റ് വോൾ എന്ന് പറയുന്നത്. ഇതിന്റെ ഉള്ളിൽ ഈ ന്യൂക്ലിയസ് ഇരിക്കുന്നുണ്ടാവും. ഈ സിംഗിൾ ന്യൂക്ലിയസ് ഇരിക്കുന്നുണ്ടാവും. ഈ സിംഗിൾ ന്യൂക്ലിയസ് കുറെ പ്രാവശ്യം അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യും. കുറെ പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതെല്ലാം ഓരോ സ്പോറായിട്ട് മാറും കണ്ടോ. ഓരോ ന്യൂക്ലിയസും ഓരോ സ്പോറായിട്ട് മാറും. ഇതിനെ നമ്മൾ സ്യൂഡോപോഡിയോസ്പോർ എന്നാ പറയാം. എൻസിസ്റ്റേഷൻ നടന്ന സെല്ലിന്റെ ഉള്ളില് സ്യൂഡോപോഡിയോസ്പോർ എന്ന ഒരു സ്റ്റേജ് ഉണ്ടാവും. സ്യൂഡോപോഡിയോസ്പോർ, ഇതിനെ സ്യൂഡോപോഡിയോസ്പോർ എന്നാണ് പറയാം. സ്യൂഡോപോഡിയോസ്പോർ ഇത് അവിടെ കൊടുത്തിട്ടുണ്ട്. സീഹിയോ സ്യൂഡോപോഡിയോസ്പോർ വിൽ ബി ഫോംഡ്. ഇനി ഇത് ഫേവറബിൾ കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നറിയോ, ഈ സിസ്റ്റ് വോള് ബ്രേക്ക് ഓപ്പൺ ചെയ്യും. കണ്ട, ഈ എൻസിസ്റ്റേഷൻ നടന്ന സിസ്റ്റ് വോൾ ഉണ്ടല്ലോ, അതൊക്കെ ബ്രേക്ക് ഓപ്പൺ ചെയ്തിട്ട് ഈ പറയുന്ന സ്യൂഡോപോഡിയോസ്പോർസ് ഓരോന്നായിട്ട് പുറത്തേക്ക് വരികയും ഓരോ സ്യൂഡോപോഡിയോസ്പോറും ഓരോ അമീബയായിട്ട് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, അതിനെ നമുക്ക് മൾട്ടിപ്പിൾ ഫിഷൻ എന്ന് പറയാം. അതേപോലെ തന്നെ ഈ സ്പോറുലേഷൻ എന്നും റെപ്രസെന്റ് ചെയ്യുക കേട്ടോ. ഇതിനെ സ്പോറുലേഷൻ എന്ന് നമുക്ക് ഈ പറയുന്ന പ്രോസസ്സിനെ നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഞാൻ അത്രയും ഭാഗം ഒന്ന് വായിച്ചിട്ട് നമുക്ക് അടുത്ത പാരഗ്രാഫ് നോക്കാം. Let us see how widespread asexual reproduction is among different groups of organisms. Asexual reproduction is common among single-celled organisms and in plants and animals with a relatively simple organization. ഇപ്പോൾ നമ്മളിവിടെ റിലേറ്റീവ്ലി സിമ്പിൾ ഓർഗനൈസേഷൻ ഉള്ള പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് എന്ന് പറയുമ്പോഴും അസെക്ഷൽ റിപ്രൊഡക്ഷൻ ഹയർ പ്ലാന്റ്സിലും നടക്കുന്നുണ്ട് കേട്ടോ. ലോവർ സിംഗിൾ സെൽഡ് ഓർഗാനിസത്തിലും ആനിമൽസിലും അതേപോലെ തന്നെ ലോവർ പ്ലാന്റ്സിലും അതുപോലെ ഹയർ പ്ലാന്റ്സിലും വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ നടക്കുന്നത് അസെക്ഷൽ റിപ്രൊഡക്ഷൻ ആണ്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന സെന്റൻസ് കംപ്ലീറ്റ് ആയിട്ട് ശരിയല്ല. അസെക്ഷൽ റിപ്രൊഡക്ഷൻ ഇസ് കോമൺ എമംഗ് സിംഗിൾ സെൽ ഓർഗാനിസം ആൻഡ് ഇൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് വിത്ത് റിലേറ്റീവ്ലി സിമ്പിൾ ഓർഗനൈസേഷൻ. റിലേറ്റീവ്ലി സിമ്പിൾ ഓർഗനൈസേഷൻ ഉള്ള പ്ലാന്റ്സിലും ആനിമൽസിലും സിംഗിൾ സെൽ ഓർഗാനിസത്തിലുമാണ് അസെക്ഷൽ റിപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഹയർ പ്ലാന്റ്സിലും അസെക്ഷൽ റിപ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. Okay, in protist and monerans, the organisms or the parent cell divide into two to give rise to a new individual. Thus, in these organisms, cell division is itself a mode of reproduction.
Many single-celled organisms reproduce by binary fission, where a cell divides into two halves and each rapidly grows into an adult. Example, amoeba, paramecium. ഇത് നമ്മൾ binary fission എന്ന് പറയും. In yeast, the division is unequal and small buds are produced that remain attached initially to the parent cell, which eventually get separated and mature into new yeast organisms or cells. Under unfavorable condition, the amoeba, ഇതിനെ നമ്മൾ ബഡ്ഡിംഗ് എന്നാണ് പറയുക. ഈ ഈസ്റ്റിൽ നിന്ന് ബഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എക്സോജീനസ് ബഡ്ഡിംഗ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ബഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബോഡിയുടെ സർഫസിലെ എക്സോജീനസ് ബഡ്ഡിംഗ്. Under unfavorable condition, the amoeba withdraw its pseudopodia and secrete a three-layered hard covering or cyst around itself. This phenomenon is termed as encystation. When favorable condition returned, the encysted amoeba divide by multiple fission and produce many minute amoeba or pseudopodiospores. കണ്ട, ഇത് ഇങ്ങനെ ഒരു എൻസിസ്റ്റേഷൻ നടന്ന സിസ്റ്റ് വോൾ ഉണ്ടാക്കി ഇരുന്നിട്ട് ഇവിടെ ഡ്യൂറിങ് ഫേവറബിൾ കണ്ടീഷൻ ഇവിടെ എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ മതി. See here, this nucleus it will undergo repeat equal division or repeat division during favorable condition. Favorable condition വരുമ്പോൾ ഈ ന്യൂക്ലിയസ് റിപ്പീറ്റ് ഡിവിഷൻ നടക്കുകയും. See here, when the favorable condition returned, the encysted amoeba divide by multiple fission. അതിന് നമ്മൾ മൾട്ടിപ്പിൾ ഫിഷൻ എന്നാ പറയാ. അമീബ ഡിവൈഡ് ചെയ്യുന്നതിന് മൾട്ടിപ്പിൾ ഫിഷൻ എന്നാണ് പറയാ. ആൻഡ് പ്രൊഡ്യൂസ് മിനി മൈന്യൂട്ട് അമീബ ഓർ സ്യൂഡോപോഡിയോസ്പോർസ്. കണ്ടോ, ആ മൾട്ടിപ്പിൾ ഫിഷൻ ആണ് ഇവിടെ നടക്കുന്നത്. അതായത് ഒരു അമീബ അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയസ് കുറേ ന്യൂക്ലിയസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് അതിന് വോളും കൂടെ കൊടുക്കുമ്പോൾ അതിന് സ്യൂഡോപോഡിയോസ്പോർ എന്ന് പറയുന്നത് കേട്ടോ. പ്രൊഡ്യൂസ് മിനി മൈന്യൂട്ട് അമീബ ഓർ സ്യൂഡോപോഡിയോസ്പോർസ്. The cyst wall burst out and the spores are liberated in the surrounding medium to grow up into many amoeba. This phenomenon is known as sporulation. കണ്ടോ, ഇവിടെ അമീബയിൽ നമ്മൾ മൾട്ടിപ്പിൾ ഫിഷനും പറഞ്ഞു, സ്പോറുലേഷനും പറഞ്ഞു. മൾട്ടിപ്പിൾ ഫിഷൻ എന്ന് പറയുന്ന വേറൊന്നല്ല, എൻസിസ്റ്റേഷൻ നടന്ന അമീബ സൈറ്റോപ്ലാസത്തിന്റെ ഉള്ളിലിരിക്കുന്ന ന്യൂക്ലിയസ്. അതിന് ഫേവറബിൾ കണ്ടീഷൻ കിട്ടുമ്പോൾ ഒരുപാട് പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് മൾട്ടിപ്പിൾ ഫിഷൻ എന്ന് പറയുന്ന മൾട്ടിപ്പിൾ ഫിഷൻ വഴി അതിൻ്റെ ന്യൂക്ലിയസിന്റെ നമ്പർ കൂട്ടുകയും ന്യൂക്ലിയസിനൊരു വോൾ അറ്റൈൻ ചെയ്യുകയും ചെയ്യുന്നതിനെയാണ് സ്യൂഡോപോഡിയോസ്പോർ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ഈ സിസ്റ്റ് വോൾ ബ്രേക്ക് ഓപ്പൺ ചെയ്ത് സ്യൂഡോപോഡിയോസ്പോർസ് പുറത്തു വരും. അതിനെ നമ്മൾ എന്ത് പറയാ, സ്പോറുലേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എൻസിസ്റ്റേഷൻ, സ്പോറുലേഷൻ, അതുപോലെ മൾട്ടിപ്പിൾ ഫിഷൻ, ഇതെല്ലാം നമ്മൾ അമീബയിൽ പറയുന്നുണ്ട്, ഓർത്തിരുന്നു. Okay, this phenomenon is known as sporulation here. Okay. അതുപോലെ കിങ്ഡം ഫംഗയിലും അതുപോലെ ലോവർ പ്ലാന്റ്സ് ആയിട്ടുള്ള ആൽഗയിലും ഒക്കെ അവർ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പെഷ്യൽ അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് വഴിയാണ് കേട്ടോ. അത് ഫിഗർ 1.3 കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് നോക്കിയിട്ട് ഞാൻ ഫിഗർ കാണിച്ചു തരാം. സി ഹിയർ മോസ്റ്റ് കോമൺ ഓഫ് ദീസ് സ്ട്രക്ചേഴ്സ് ലൈക്ക് സം അസെക്ഷൽ സ്പോർസ് ആണ്, ലൈക്ക് സൂസ്പോർസ്. സൂസ്പോർസ് സാധാരണ മൈക്രോസ്കോപ്പിക് മോട്ടൈൽ സ്ട്രക്ചറാണ്, ആൽഗയിലും ഫംഗസിലും പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് അത് കേട്ടോ. അതിവിടെ കൊടുത്തേക്കുന്ന എക്സാമ്പിൾ ക്ലാമിഡോമോണാസിൽ സൂസ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ ചില അസെക്ഷൽ റിപ്രൊഡക്റ്റീവ് സ്പോർസ്, കൊനീഡിയ പെൻസിലിയം പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. പെൻസിലിയം എന്ന് പറയുന്ന ഫംഗസ് കൊനീഡിയോ 4 എന്ന് പറയുന്ന സ്ട്രക്ചറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് കൊനീഡിയ. അതേപോലെ ഹൈഡ്ര ബഡ്സ് എക്സോജീനസിൽ അതിന്റെ ബോഡി സർഫസിൽ പ്രൊഡ്യൂസ് ചെയ്യും. ജെമ്യൂൾസ് എന്ന് പറയുന്ന ബഡ്, ഇന്റേണൽ ബഡ് സ്പോഞ്ചസും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ അതിന്റെ ഡയഗ്രാം കാണിച്ചു തരാം. സീ ഹിയർ, ഇതുണ്ടോ, ഇത് കൊനീഡിയ, ദിസ് വൺ ക്ലാമിഡോമോണാസ്, സൂസ്പോർസ് ഓഫ് ക്ലാമിഡോമോണാസ് ആണ് കേട്ടോ. നമ്മൾ പറഞ്ഞു സൂസ്പോർസ് എന്ന് പറയുന്നത് എന്താണ്, അസെക്ഷൽ മോട്ടൈൽ സ്ട്രക്ചർ ആണ്. അസെക്ഷൽ സ്പോർസ് ആണ് ഈ പറയുന്ന സൂസ്പോർ എന്ന് പറയുന്നത്. ഈ സൂസ്പോർസ് ക്ലമീഡിയ മാത്രമല്ല ഫംഗസും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ കൊനീഡിയ എന്ന് പറയുന്നത് പെൻസിലിയം പോലത്തെ ഫംഗസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ്. ഇതിനെയാ കൊനീഡിയോ 4 എന്ന് പറയുന്നത് കേട്ടോ. കൊനീഡിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന കൊനീഡിയോ 4ലാണ്. കൊനീഡിയ ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ കൊനീഡിയോ 4 എന്ന് പറയുന്ന സ്ട്രക്ചറിലാണ് കൊനീഡിയ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കൊനീഡിയ അതിന്റെ അസെക്ഷൽ സ്പോറാണ് കൊനീഡിയ എന്ന് പറയുന്നത് കേട്ടോ.
അതേപോലെ തന്നെ ഹൈഡ്ര ഇറ്റ് പ്രൊഡ്യൂസസ് ബഡ്സ് എക്സോജീനസ്ലി എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ബഡ്സ് അല്ലെങ്കിൽ എക്സോജീനസ് ബഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഹൈഡ്രയാണ് കേട്ടോ. എക്സ്റ്റേണൽ ബഡ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ഹൈഡ്ര. അതേപോലെ സ്പോഞ്ചസിൽ ബഡ്സ് വിച്ച് ഈസ് പ്രൊഡ്യൂസ്ഡ്, ഇതുണ്ട് ഈ കുഞ്ഞു സാധനങ്ങളാണ് ഇതിന്റെ ബഡ് എന്ന് പറയുന്നത്. ഈ ബഡിന് നമ്മൾ പറയുന്ന പേരാണ് ജെമ്യൂൾ. ഓക്കെ, ഈ ജെമ്യൂൾ ഒരു മൾട്ടി സെല്ലാർ സ്ട്രക്ചർ ആണ്. ഇന്റേണൽ ബഡ്സ് ആണിത്. ഇത് ഇന്റേണൽ ബഡ് ആണ് കേട്ടോ. ഇന്റേണൽ ബഡിങ്ങിന് എക്സാമ്പിൾ ആണ് സ്പോഞ്ചസ്. ഇന്റേണൽ ബഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാനിസത്തിന് എക്സാമ്പിൾ ആണ് സ്പോഞ്ചസ്. പിന്നെ മർക്കാൻഷ്യ, നമ്മൾ 11th സ്റ്റാൻഡേർഡിൽ പ്ലാൻ കിങ്ഡത്തിൽ മർക്കാൻഷ്യയില് ഗമ്മ കപ്പ് എന്ന് പറഞ്ഞ് പഠിക്കുന്നില്ലേ, അത് ഇന്റേണൽ ബഡിന് വേറൊരു എക്സാമ്പിൾ ആണ് കേട്ടോ. ഗമ്മ കപ്പിന്റെ ഉള്ളിൽ ബഡ് ഉണ്ടാവുന്ന ഓരോ ബഡും ഡിറ്റാച്ച് ചെയ്ത പുതിയ ഓർഗാനിസം ആയി മാറാം എന്നുള്ളത് കൊണ്ട് അതിനെ നമ്മൾ എന്താ പറയാ, ഇന്റേണൽ ബഡ് എന്നാ പറയാ. അപ്പൊ ഇതൊക്കെ അസെക്ഷൽ റിപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആണ്. അസെക്ഷൽ റിപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ഫംഗസിലും ആൽഗയിലും ഒക്കെ കാണുന്നതാണ്. ഈ സൂസ്പോർസും കൊനീഡിയും ഒക്കെ. സൂസ്പോർസ് ക്ലമീഡിയയിൽ കാണുന്നു, ക്ലാമിഡോമോണാസിൽ കാണുന്നു. അതുപോലെ തന്നെ കൊനീഡിയ വന്നിട്ട് പെൻസിലിയത്തിലാണ് കാണുന്നത്. ഹൈഡ്രയിൽ എക്സ്റ്റേണൽ ബഡ്സ് കാണാം. അതേപോലെ എക്സ്റ്റേണൽ ബഡ് കാണുന്ന വേറൊരു ഓർഗാനിസം ആണ് ഈസ്റ്റ് കേട്ടോ. ഈസ്റ്റിലും എക്സ്റ്റേണൽ ബഡ് തന്നെയാണ്. പക്ഷെ ബോഡി ഈസ് അൺഈക്വലി ഡിവൈഡഡ് എന്നാണ് നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. അതും ഒരു ബഡ് ഫോർമേഷൻ തന്നെയാണ്. പക്ഷെ ഇത് സ്പോഞ്ചസിന്റെ ഇന്റേണൽ ബഡ്സ് ആണ് ഈ കാണുന്നത്. ഇന്റേണൽ ബഡ് എന്ന് പറയുന്നത് ജെമ്യൂൾ ആണ്. സ്പോഞ്ചിൽ ഇന്റേണൽ ബഡിങ് വഴിയാണ് റീപ്രൊഡക്ഷൻ നടത്തുന്നത് കേട്ടോ. ഇനി നമ്മൾ നോക്കിയാൽ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നമ്മൾ ഓൾറെഡി ഇത്രയൊന്ന് വായിക്കാം. മെമ്പേഴ്സ് ഓഫ് ദ കിങ്ഡം ഫംഗൈ ആൻഡ് സിമ്പിൾ പ്ലാന്റ്സ് സച്ച് ആസ് ആൽഗെ റീപ്രൊഡ്യൂസ് ത്രൂ സ്പെഷ്യൽ അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ്. ദ മോസ്റ്റ് കോമൺ ഓഫ് ദീസ് സ്ട്രക്ചേഴ്സ് ആർ zoospores that usually are microscopic motile structures. Other common asexual reproductive structures are conidia, which is seen in Penicillium, buds which is produced by Hydra, and gemule, that is the bud which is produced by sponges. Okay, this is an internal bud. Now നമ്മൾ ഓൾറെഡി വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷനെ പറ്റിയിട്ട് ക്ലാസ് 11 പഠിച്ചിട്ടുണ്ട് അല്ലേ. 11th സ്റ്റാൻഡേർഡിൽ നമ്മൾ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷനെ പറ്റിയിട്ട് പഠിച്ചിട്ടില്ലേ. എന്താണ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്? അതും ഒരു അസെക്ഷൽ ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ അല്ലേ. കാരണം അവിടെ എന്താണ്, ഗ്യാമീറ്റിന്റെ ഫ്യൂഷൻ ഒന്നും നമ്മൾ കാണുന്നില്ല. ആ വെജിറ്റേറ്റീവ് പാർട്ട് ഓഫ് ദ പ്ലാന്റ് ബോഡി, അതായത് റൂട്ട്, സ്റ്റെം, ലീഫ്, അതുപോലെ തന്നെ ചില ബഡ്സ്, അത് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷന് മാത്രം ആയിട്ടുണ്ടാകുന്ന ചില ബഡ്സ്, അത് ഡെവലപ്പ് ചെയ്തിട്ടാണ് ഒരു പുതിയ പ്ലാന്റ് ആയിട്ട് മാറുന്നത്. അതല്ലാതെ ഗ്യാമീറ്റ് ഫ്യൂഷൻ ഒന്നും നമ്മളവിടെ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ എക്സാക്ട് പാരന്റൽ കോപ്പി ആയിരിക്കും പുതിയ ഓർഗാനിസം ഉണ്ടാവുന്നത് നമുക്ക് പറയാം. അപ്പൊ അതും ഒരു അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് അല്ലെ. ഇനി അതിന് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന് പറയാനുള്ള കാരണം എന്താണ്, ആ പ്ലാന്റിന്റെ വെജിറ്റേറ്റീവ് പാർട്ട് ഡെവലപ്പ് ആയിട്ടാണ് ഒരു പുതിയ ഓർഗാനിസം ആയിട്ട് മാറുന്നത്. വെജിറ്റേറ്റീവ് പാർട്ട് എന്ന് പറഞ്ഞാൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് അല്ലാത്ത റീജിയൻ, അതായത് പ്ലാന്റ്സിന്റെ റീപ്രൊഡക്റ്റീവ് പാർട്ട് എന്ന് പറയുന്ന ഫ്ലവർ ആണ്. ഫ്ലവർ അല്ലാത്ത ബാക്കി പാർട്ട് എല്ലാം വെജിറ്റേറ്റീവ് പാർട്ടാണ് കേട്ടോ. അപ്പൊ നമ്മൾ ആ വെജിറ്റേറ്റീവ് പാർട്ടിൽ നിന്ന് vegetative part of the plant, if it is acting as a propagule for the development of a complete plant, that is called as vegetative propagation. Vegetative propagation in which vegetative propagules are there. Vegetative propagule nu parnal the plant part which is able to develop as a complete plant, adineyana or propagate as a complete plant, adineyana vegetative propagule ennu parayunnathu ketta. appo ivide ക്ലോൺ എന്ന ടേം ആപ്ലിക്കബിൾ ആണ് അല്ലെ. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ വഴി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാനിസത്തിനും ക്ലോൺ എന്ന ടേം ആപ്ലിക്കബിൾ ആണ്. ഇനി ആനിമൽസിന്റെ കേസിലാണെങ്കിൽ നമ്മൾ സാധാരണയായിട്ട് സിമ്പിൾ ആനിമൽസിലാണ് ഈ അസെക്ഷൽ റീപ്രൊഡക്ഷൻ കാണുന്നത്. അവിടെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ പ്ലാന്റ്സിന്റെ കേസിൽ നമ്മളത് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ആണ് ഫ്രീക്വന്റ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അതിന് കാരണം വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ നടത്തുന്ന വെജിറ്റേറ്റീവ് പാർട്ട് ഓഫ് ദ പ്ലാന്റിൽ നിന്നാണ്. അങ്ങനെ ഒരു വെജിറ്റേറ്റീവ് പാർട്ട് ഓഫ് ദ പ്ലാന്റ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനിൽ ടേക്ക് പാർട്ട് ചെയ്യുമ്പോൾ ആ പ്ലാന്റ് പാർട്ടിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന ടേമാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ. അപ്പൊ ഇവിടെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ ആയിട്ട് പ്ലാന്റിൽ ഏതൊക്കെ ആക്ട് ചെയ്യാൻ കഴിയുന്ന നമുക്ക് തോന്നുന്നത്, അതിന്റെ വെജിറ്റേറ്റീവ് പാർട്ടിനെല്ലാം കഴിയും. അതായത് റൂട്ടിന് കഴിയും, സ്റ്റെമ്മിന് കഴിയും, ലീഫിന് കഴിയും, അതേപോലെ തന്നെ ചില മോഡിഫൈഡ് ബഡ്സും ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഈ ഒരു പോർഷൻ ഞാൻ ലൈൻ ബൈ ലൈൻ ആയിട്ട് പറഞ്ഞു തരുന്നതല്ലാതെ ഞാൻ ഒരു എളുപ്പത്തിൽ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ എളുപ്പത്തിൽ ഒരു ചെറിയ ചാർട്ട് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പറഞ്ഞതിന് ശേഷം നമുക്കിത് വായിച്ചു നോക്കാം കേട്ടോ.
So, vegetative propagation, it occurs from the vegetative propagule of a plant. Vegetative propagule ആയിട്ട് റൂട്ടിനും സ്റ്റെമ്മിനും ലീഫിനും ബഡിനും ആക്ട് ചെയ്യാൻ കഴിയും. റൂട്ട് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ ആയിട്ട് ആക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ റൂട്ട് മണ്ണിൽ കിടന്നാൽ അത് മുളച്ചു വരുന്ന ഒരു നേച്ചർ ആ പ്ലാന്റിൽ ഉണ്ടെങ്കിൽ നമുക്ക് റൂട്ട് അതിന്റെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂളാന്ന് പറയാം. റൂട്ട് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂളായിട്ട് ആക്ട് ചെയ്യുന്നത് ഏതൊക്കെ പ്ലാന്റിലാന്ന് നമുക്ക് നോക്കാം. ഡാലിയ, അസ്പരാഗസ്. ഡാലിയ എന്ന് പറയുന്ന ഫ്ലവറിംഗ് പ്ലാന്റിന് നമുക്കറിയാവുന്നല്ലേ. അപ്പൊ ഡാലിയയിൽ റൂട്ട് കിടന്നാൽ അത് മുളച്ചു വരും. അതേപോലെ അസ്പരാഗസ്. അസ്പരാഗസ് എന്ന് പറഞ്ഞാൽ എന്താ? ശതാവരി എന്ന് പറയുന്നതാണ് അസ്പരാഗസ് കേട്ടോ. ശതാവരി കിഴങ്ങാണ് അസ്പരാഗസ്. അതിൻ്റെയൊക്കെ റൂട്ട് മണ്ണിൽ കിടന്നാൽ കുറെ കഴിയുമ്പോൾ അത് തനിയെ മുളച്ചു വരും കേട്ടോ. അതിനെയാണ് റൂട്ട് ആക്ട് ആസ് എ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ എന്ന് പറയുന്നത്. നമ്മൾ റൂട്ട് കൊണ്ട് നടുവൊന്നുമല്ല, നമ്മളായിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്നതല്ല, അത് വെറുതെ മണ്ണിൽ കിടന്നാൽ മുളച്ചു വരും എന്നുള്ള ഒരു ഫിനോമിനോൺ ഉള്ളത് കൊണ്ടാണ് നമ്മൾ റൂട്ടിനെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂളായിട്ട് കൺസിഡർ ചെയ്യുന്നത്. റൂട്ട് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂളായിട്ട് ആക്ട് ചെയ്യാൻ കഴിയുന്നത് ഡാലിയയിലും അസ്പരാഗസിലും ഒക്കെയാണ്. ഇനി സ്റ്റെം ഓൾസോ ക്യാൻ ആക്ട് ആസ് എ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ. സ്റ്റെമ്മും കിടന്നാലും മുളച്ചു വരുന്ന ഒരു ക്യാരക്ടറുള്ള ഓർഗാനിസംസ്, അതാണ് അല്ലെങ്കിൽ പ്ലാന്റ് ആണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. സീ ഹിയർ, സ്റ്റെമ്മ് പലതരത്തിലുണ്ട്. ഏത് ഭാഗത്ത് സോയിലിന്റെ എവിടെയായിട്ടാണ് അത് കാണുന്നതെന്നനുസരിച്ച് നമുക്കതിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് അണ്ടർഗ്രൗണ്ട് സ്റ്റെം, ആ സോയിലിന്റെ ഏറ്റവും അടിയിലായിട്ട് കാണുന്നത്, അതായത് നമുക്ക് കാണാൻ കഴിയാത്ത രീതിയിൽ അതിങ്ങനെ സോയിലിന്റെ ഉള്ളിലായിട്ട് നമ്മൾ കുഴിച്ചെടുക്കണം. ആ പറയുന്ന സ്റ്റെമ്മിനെ പുറത്തെടുക്കണമെങ്കിൽ നമുക്ക് കാണാൻ കഴിയില്ലാത്ത രീതിയിൽ. സബേരിയൽ സ്റ്റെം എന്ന് പറഞ്ഞാൽ സോയിലിൽ പാർഷ്യലി ഇമ്മേഴ്സ് ആയിട്ട് കാണുന്നതാണ്. പാർഷ്യലി ഇമ്മേഴ്സ് ആയിട്ട് എന്ന് വെച്ചാൽ പകുതി ബറിയായിട്ട്, പകുതി സോയിലിന്റെ അടിയിലായിരിക്കും, പകുതി മേലെയായിരിക്കും. അതായത് ക്രീപ്പിംഗ് ബോഡി, ഇതൊക്കെ ഉണ്ടല്ലോ, പുല്ലൊക്കെ സബേരിയൽ സ്റ്റെമ്മിൽ വരുന്നുണ്ട്. പുല്ലിന്റെ ആ നോഡൽ റീജിയൻ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പകുതി മണ്ണിലേക്ക് ഇങ്ങനെ ഒട്ടിയല്ലേ കിടക്കുന്നത്. അതിന് നമ്മൾ സബേരിയൽ സ്റ്റെം എന്ന് പറയുന്നത്. ഏരിയൽ സ്റ്റെം എന്ന് പറഞ്ഞാൽ ഇറക്റ്റ് സ്റ്റെം ആണ്, അതായത് നേരെ നിൽക്കുന്ന സ്റ്റെം. ഇനി അണ്ടർഗ്രൗണ്ട് സ്റ്റെം കുറെ മോഡിഫിക്കേഷൻ ചെയ്തിട്ട് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതെന്തൊക്കെയാന്ന് നോക്കാം. റൈസോം എന്ന് പറയുന്ന സ്ട്രക്ചർ. റൈസോം സാധാരണയായിട്ട് കാണുന്ന ജിഞ്ചറില്, ബനാനയില്, ജിഞ്ചർ, ബനാന, ടർമറിക്, ഇതിലൊക്കെ നമുക്ക് റൈസോം കാണാൻ പറ്റും. ഈ റൈസോം ജിഞ്ചറിന്റെ ഒക്കെ സ്ട്രക്ചർ ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജിഞ്ചറിന്റെ സ്ട്രക്ചർ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സീ ഹിയർ, ഇതുണ്ടോ ഈ ജിഞ്ചറിന്റെ സ്ട്രക്ചറിൽ നമുക്ക് ഇത് ഓരോ വരയും കണ്ടോ, ഇത് നോഡാണ് കേട്ടോ. ഇത് ഭൂമിയുടെ അടിയിൽ കാണുന്നതാണ്. ഇത് ഫുഡ് സ്റ്റോറേജിനും വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഓരോ നോഡൽ റീജിയനിലും ഇതേപോലത്തെ സ്കെയിലി ലീവ്സ് ഉണ്ടാവും കണ്ടോ. ചെറിയ ചെറിയ ലീഫ് അല്ല കേട്ടോ, ഇതൊരു ഒറ്റ ലീഫാണ്. ഇത് സ്കെയിലി ലീഫ്. സ്കെയിലി ലീഫ് എന്ന് പറഞ്ഞാൽ ഒരു ബ്രൗണിഷ് ഷെയ്ഡുള്ള ലീഫ്. അത് എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ നോഡൽ റീജിയനിൽ നിന്ന് ബഡ് വരാം കണ്ടോ. ഇതൊരു ബഡാണ്. ഈ ബഡിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലീഫാണിത്. ഇത് ഫോട്ടോസിന്തസിസിന് വേണ്ടിയിട്ടുള്ളതല്ല. കാരണം മണ്ണിന്റെ അടി കിടക്കുന്ന ആൾ എന്ത് ഫോട്ടോസിന്തസിസ് ചെയ്യാനാണ്? അവർക്ക് ഫോട്ടോസിന്തസിസ് ചെയ്യാനുള്ള ലൈറ്റ് കിട്ടുന്നില്ല, അത് സോയിലിന്റെ അടിയിലാണ്. അതുകൊണ്ട് തന്നെ ഇത് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ലീഫാണ്. അപ്പൊ നോഡ്സും ഇന്റർനോഡും സ്കെയിൽ ലീവ്സും നോഡൽ റീജിയനിൽ നിന്ന് ബഡും പ്രൊഡ്യൂസ് ചെയ്യുന്ന പെരിനേഷൻ കപ്പാസിറ്റി ഉള്ള. എന്താ പെരിനേഷൻ എന്ന് വെച്ചാൽ പെരിനേഷൻ എന്ന് പറഞ്ഞാൽ ഡ്യൂറിങ് അൺഫേവറബിൾ കണ്ടീഷൻ ദേ ആർ ഏബിൾ ടു സർവൈവ് ഇൻ എ ഡോർമൻ സ്റ്റേജ്. അതായത് ഈ ഇഞ്ചിയൊക്കെ നട്ട സ്ഥലത്ത് അത് നല്ല ഡ്രൈ ആയി കിടക്കുമ്പോൾ ഈ ഇഞ്ചി സോയിലിന്റെ അടി കിടക്കുന്നുണ്ടെങ്കിൽ അത് ഉണങ്ങിപ്പോവില്ല, അത് ഡോർമൻ സ്റ്റേജ് അറ്റൈൻ ചെയ്യും. എന്നിട്ട് ഡ്യൂറിങ് ഫേവറബിൾ കണ്ടീഷൻ, മഴ വരുമ്പോൾ ഇയാൾ പതുക്കെ മുളച്ചു വരും. അതിനാണ് പെരിനേഷൻ എന്ന് പറയുന്നത്. പെരിനേഷൻ ഈസ് നത്തിങ് ബട്ട് ഡ്യൂറിങ് അൺഫേവറബിൾ കണ്ടീഷൻ ഇറ്റ് അണ്ടർഗോ ഡ്യൂറിങ് അൺഫേവറബിൾ കണ്ടീഷൻ it undergo dormancy. During favorable condition, develop as a plant.
അല്ലെങ്കിൽ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ പെരിനേഷൻ എന്ന് പറയാം. അപ്പൊ പെരിനേഷൻ കപ്പാസിറ്റി ഉള്ളതാണ് റൈസോമിന്. അതേപോലെ തന്നെ റൈസോം പിന്നെ കാണുന്നത് ടർമറിക്കിലുണ്ട്, അതേപോലെ തന്നെ വാഴയിലൊക്കെ നമുക്ക് റൈസോം കാണാൻ കഴിയും കേട്ടോ. ഈ ബനാന എന്നുള്ളത് റൈസോമിന് ഒരു എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ ബനാന വേറൊരു അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷൻ കൂടി കാണിക്കുന്നുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ബനാനയുടെ ഒക്കെ കണ്ണ് വാഴക്കണ്ണെന്ന് നമ്മൾ പറയില്ലേ, അത് ഇങ്ങനെ ഉണ്ടാവുന്ന ഒരു സാധനമാണ്. വാഴക്കണ്ണെന്ന് പറയുന്നത് ഇങ്ങനെ ഭൂമിയുടെ അടിയിലേക്ക് ഉണ്ടാകുന്നത്. അപ്പൊ ഒന്നത് ഹൊറിസോണ്ടലിയാ വളരണമെങ്കിൽ ഒന്നത് വെർട്ടിക്കലി ആയിരിക്കും വളരുന്നത്. അത്രയാണ് അതിന്റെ വ്യത്യാസം. ഓക്കെ, ടർമറിക്കിലും ജിഞ്ചറിനെ പോലെ തന്നെയാണ്. ഇനി നെക്സ്റ്റ് വൺ ട്യൂബർ. ട്യൂബർ സാധാരണ പൊട്ടറ്റോയിൽ കാണുന്നതാണ്. പൊട്ടറ്റോയിൽ കാണുന്ന നോഡൽ റീജിയൻ, പൊട്ടറ്റോന്റെ നോഡ് എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ ഐ ആണ്. പൊട്ടറ്റോ നോഡ് എന്ന് പറയുന്നത് അതിന്റെ ഐ ആണ്. നമ്മൾ പറയില്ലേ ഐ ഓഫ് പൊട്ടറ്റോ എന്ന്. ആ ഐ ഓഫ് പൊട്ടറ്റോ എന്ന് ആക്സിലറി ബഡ് പ്രൊഡ്യൂസ് ചെയ്യും. ആക്സിലറി ബഡാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആക്സിലറി ബഡാണ്. ഈ ബഡാണ് പുതിയൊരു പ്ലാന്റ് ആയിട്ട് ഡെവലപ്പ് ആവുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് മോഡിഫിക്കേഷൻ ആണ് കോം എന്ന് പറയുന്നത്, അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷൻ. ഇത് കാണുന്ന കൊളോക്കേഷ്യയിലാണ്. കൊളോക്കേഷ്യ എന്ന് പറയുന്നത് എന്താണ്? ചേമ്പ്. ചേമ്പിനകത്താണ്, ചേമ്പിനെയാണ് ഈ ചേമ്പ്, ആ ചേമ്പ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ അടിയിലേക്ക് കാണുന്നത്, അതാണ് കോം എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ കേട്ടോ. കോം എന്ന് പറയുന്ന അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷൻ ആണ്. ന്യൂട്രിയൻ സ്റ്റോറേജും അതുപോലെ തന്നെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനും കോം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. CORM. അതുപോലെ ബൾബ്. ബൾബ് സാധാരണ ഒണിയനിലാണ് കാണുന്നത്. ഒണിയനിൽ കാണുന്ന ബൾബ് ഏതാണ്? നമ്മൾ വലിയ ഈ സവാളയൊക്കെ എടുക്കുമ്പോൾ ആ കംപ്ലീറ്റ് സവാളയ്ക്കല്ല ബൾബ് എന്ന് പറയുന്നത്. ഒണിയനിലെ ബൾബ് എന്ന് പറയുന്നത് നമ്മൾ ആ സവാള കട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ സെന്റർ ഭാഗത്തുനിന്ന് ഒരു വൈറ്റ് കളർ പോർഷൻ റിമൂവ് ചെയ്യുന്നുണ്ട് അല്ലേ? ആ വൈറ്റ് കളർ പോർഷനുമേയാണ് ഇതിന്റെ ഫ്ലഷി ലീവ്സ് എല്ലാം അറേഞ്ച് ചെയ്തേക്കുന്നത്. നമ്മൾ കഴിക്കുന്ന അതിന്റെ ലീഫാണ്, ആ ഫുഡ് സ്റ്റോർഡ് ലീഫാണ് നമ്മൾ കഴിക്കുന്നത്. ആ ലീഫ് എല്ലാം ഇന്റർനോഡൽ അറേഞ്ച്മെന്റ് ഇല്ലാതെ, അതായത് ഇന്റർനോഡൽ ഡിസ്റ്റൻസ് ഇല്ലാതെ വളരെ അടുക്കടുക്കായിട്ട് ഈ സ്റ്റെമ്മുമേ അറേഞ്ച് ചെയ്തേക്കുന്നത്. ആ സ്റ്റെമ്മാണ് നമ്മൾ മുറിച്ച് കളയുന്നത്. നമ്മൾ കറി വെക്കുന്ന സമയത്ത് കുറച്ച് ഹാർഡായിട്ടിരിക്കുന്ന പോർഷൻ മുറിച്ച് കളയുന്ന ആ സ്റ്റെമ്മാണ്. അതാണ് അതിന്റെ ബൾബ് എന്ന് പറയുന്നത് കേട്ടോ. ആ സ്റ്റെമ്മിന്റെ പോർഷൻ നമ്മൾ അങ്ങനെ തല കുത്തിയിട്ട് ആ സ്റ്റെമ്മിന്റെ ആ ഭാഗം നമ്മൾ വെള്ളത്തിലേക്ക് വെച്ചാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് റൂട്ട് വരുന്നതാണ്. അത് മുളച്ച് ഒരു പുതിയ പ്ലാന്റ് ആയിട്ട് വരാൻ, പുതിയ പ്ലാന്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതായത് ഒണിയനൊക്കെ പറിച്ച ലാൻഡിൽ ഇപ്പോൾ അത് അവിടെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റെമ്മിന് കേടുപാടുകളൊന്നും പറ്റിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ആ ബൾബിന് കേടുപാടുകളൊന്നും പറ്റിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അതൊരു പുതിയ പ്ലാന്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യും. ഇനി നെക്സ്റ്റ് വൺ സക്കറാണ്. സക്കർ എന്ന് പറയുന്ന സാധാരണ കാണുന്നത് ക്രൈസാന്തിമം, ജമന്തി ഉണ്ടല്ലോ, ക്രൈസാന്തിമം, പൈനാപ്പിൾ, ഇതിനകത്തൊക്കെ നമുക്ക് സക്കർ കാണാൻ കഴിയും കേട്ടോ. അതെങ്ങനെയാന്ന് വെച്ചാൽ സീ ഹിയർ, ഇവിടെ ഇതേപോലെ ഒരു അണ്ടർഗ്രൗണ്ട് സ്റ്റെം ഉണ്ടാവും. ഈ അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മുമേന്ന് ഒരു ബഡ് ഹൊറിസോണ്ടലി വളരും. ഹൊറിസോണ്ടലി ഇങ്ങനെ ഒരു ബഡ് വളർന്നിട്ട് ഇറ്റ് വിൽ ഗ്രോ ഒബ്ലിക്കലി അപ്വേർഡ് ഡയറക്ഷൻ, അതായത് ഡയഗണലായിട്ട് അപ്വേർഡ് ഡയറക്ഷനിൽ വളരും. ഇത് സാധാരണയായിട്ട് നമ്മൾ ഇപ്പോൾ പൈനാപ്പിളിന്റെ ഒരു ചെടി ഇതാ ഈ ഒരു പൊസിഷനിൽ നിൽക്കണമെങ്കിൽ അതിന്റെ കുഞ്ഞുങ്ങളൊക്കെ കാണുന്നത് എവിടെയായിരിക്കും? വാഴയ്ക്കുണ്ട് ആ ഫിനോമിനോൺ അല്ലെ? കാരണം വാഴ നമുക്കറിയാം, പേരന്റൽ വാഴ നിൽക്കുന്നതിന്റെ കുറച്ച് അകന്നാണ് എന്തുണ്ടാവുക? കുഞ്ഞുങ്ങൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് സക്കറിന്റെ നേച്ചറും കാണിക്കുന്നുണ്ട്, റൈസോമിന്റെ നേച്ചറും കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബനാന സക്കറിന്റെ നേച്ചറും കാണിക്കുന്നുണ്ട്, റൈസോമിന്റെ നേച്ചറും കാണിക്കുന്നുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ റൈസോം എന്നാണ് 12th സ്റ്റാൻഡേർഡിൽ കൊടുത്തിട്ടുള്ളതെങ്കിൽ സക്കർ എന്നാണ് 11th സ്റ്റാൻഡേർഡിൽ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ബോർഡ് എക്സാമിന് മറ്റേ ബനാനനെ കുറിച്ച് എഴുതാൻ വന്നു കഴിഞ്ഞാൽ 11th സ്റ്റാൻഡേർഡിലെ കുട്ടികളാണെങ്കിൽ സക്കറിന് എഴുതിയാൽ തെറ്റില്ല. പക്ഷേ 12th സ്റ്റാൻഡേർഡിലെ കുട്ടികളെ റൈസോം തന്നെ എഴുതിയാൽ മതി, കാരണം റൈസോം ബനാന എന്ന് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സക്കർ എന്ന് പറയുന്നത് ഫസ്റ്റ് ദ അണ്ടർഗ്രൗണ്ട് സ്റ്റെം ഇറ്റ് വിൽ ഗ്രോ ഡൗൺവേർഡ് ഡയറക്ഷൻ, ദെൻ ആഫ്റ്റർ ദാറ്റ് ദ ബഡ് ഇറ്റ് വിൽ ബി ഫോംഡ് ആൻഡ് ഗ്രോൺ ഇൻ ദ horizontal way, horizontal direction, then after that it will come obliquely upward direction. Okay, obliquely upward direction le ee stem വളരാൻ തുടങ്ങും. ഇതിനെയാണ് നമ്മൾ സക്കർ ടൈപ്പ് ഓഫ് മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇത് കാണുന്നത് ക്രൈസാന്തിമം, പൈനാപ്പിൾ, ഇതിനകത്തൊക്കെ നമുക്ക് സക്കർ ടൈപ്പ് ഓഫ് മോഡിഫിക്കേഷൻ ആണ് കാണാം. ഇനി സബ്ബേരിയൽ സ്റ്റെം മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാർഷ്യലി ഇമ്മേഴ്സ് ആയിട്ട് കാണുന്ന സ്റ്റെം എന്താണ് മണ്ണിൽ, അതിന് എക്സാമ്പിൾ ആണ് റണ്ണർ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സബ്ബേരിയൽ സ്റ്റെംസ് ആണ് റണ്ണർ, സ്റ്റോളൻ, ഓഫ്സെറ്റ്. റണ്ണർ കാണുന്നത് ഗ്രാസിലാണ് കേട്ടോ, റണ്ണർ കാണുന്നത് ഗ്രാസിലാണ്. അപ്പൊ നമ്മൾ ഗ്രാസിന്റെ ഒക്കെ ആ ക്രീപ്പിംഗ് ബോഡി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇങ്ങനെ അതിന്റെ തണ്ട് ഇങ്ങനെ നീണ്ടു പോയിട്ടുണ്ടാവും അല്ലെ? അതിൻ്റെ അകത്തുനിന്ന് ഇതൊരു നോഡാണ്, ഇതൊരു നോഡാണ്, ഇതൊരു നോഡാണ്, ഇതൊരു നോഡാണെന്ന്
എന്നുണ്ടെങ്കിൽ ഈ നോഡൽ റീജിയനിൽ നിന്ന് അതിന് വേരും ഉണ്ടാവും, അതേപോലെ തന്നെ ഇതിനിങ്ങനെ ലീവ്സും ഉണ്ടായിരിക്കുന്നതാണ് ഈ നോഡൽ റീജിയനിൽ നിന്ന്. അപ്പോൾ ഈ നോഡൽ റീജിയനിന്റെ ഏതെങ്കിലും ഒരു ഭാഗം വല്ല പശുവോ എന്തെങ്കിലും കടിച്ച് മുറിഞ്ഞു പോയാൽ, ഇന്റർനോഡ് പൊട്ടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എവിടെയാണ് മുറിഞ്ഞു പോയെന്ന് ഇരിക്കട്ടെ, ഇതൊരു പ്ലാന്റ് ആയിട്ട് മാറും, ഇത് വേറൊരു പ്ലാന്റ് ആയിട്ട് ഗ്രോ ചെയ്യാൻ തുടങ്ങും. അതിനെയാണ് നമ്മൾ റണ്ണർ ടൈപ്പ് ഓഫ് പ്രൊപ്പഗ്യൂൾ എന്ന് പറയുന്നത്, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. അത് ഗ്രാസസിലൊക്കെ കാണുന്നതാണ് കേട്ടോ. ഇനി സ്റ്റോളൻ എന്ന് പറഞ്ഞാൽ, സ്റ്റോളൻ വള്ളിമുല്ലയിലൊക്കെ കാണുന്നതാണ്. ഇത് അതായത് വൈൽഡ് ജാസ്മിൻ. ഓക്കെ, ഇതിനകത്ത് എങ്ങനെയാന്ന് വെച്ചാൽ ഒരു പ്ലാന്റ്, ഒരു മദർ പ്ലാന്റ്, ആ മദർ പ്ലാന്റ് വെർട്ടിക്കലി വളരുന്നതാണേ. വെർട്ടിക്കലി വളരുന്ന ഒരു മദർ പ്ലാന്റ്, നേരെ മുകളിലേക്ക് വളരുന്ന ഒരു മദർ പ്ലാന്റ് കുറച്ച് വളർന്നു കഴിയുമ്പോൾ ഇറ്റ് വിൽ ബെൻഡ് ആൻഡ് മേക്ക് എൻ ആർക്ക് ലൈക്ക് സ്ട്രക്ചർ ആൻഡ് ടച്ച് ദ സോയിൽ. അത് ബെൻഡ് ചെയ്ത് ഒരു ആർക്ക് പോലത്തെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ട് സോയിലിൽ ടച്ച് ചെയ്യും. ദെൻ അഗെയിൻ ഇറ്റ് വിൽ ഗ്രോ അപ്വേർഡ് ഡയറക്ഷൻ. അപ്പോൾ ഇത് ടച്ച് ചെയ്യുന്ന ആ ഭാഗത്ത് എന്ത് ചെയ്യുന്നറിയോ, അത് റൂട്ട്സ് ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഇപ്പം എന്തെങ്കിലും കാരണവശാൽ ഇവിടെ മുറിഞ്ഞു പോയാൽ ഇതൊരു പ്ലാന്റ് ആയിട്ട് മാറും, ഇത് വേറൊരു പ്ലാന്റ് ആയിട്ട് മാറും. അപ്പോൾ ഇതും എന്താണ്, ഒരു തരത്തിലുള്ള വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ആണ്. ദാറ്റ് ഈസ് seen in stolon. Okay, stolon എന്ന് പറയുന്നത് ഒരു plant, it will grow upward direction and then after that it will bend and it will touch the ground, it will make an arc like structure and it touch the ground, and where it touches the soil it produces the root, then again it will come upward direction. So in between these two arc if we give a cut, ഈ രണ്ട് ആർക്കിന്റെ ഇടയിൽ നമ്മൾ ഒരു കട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് പ്ലാന്റ് ആയിട്ട് വളരാനുള്ള കപ്പാസിറ്റി ഉണ്ട് സ്റ്റോളന്. സ്റ്റോളൻ നമ്മൾ വൈൽഡ് ജാസ്മിനിലൊക്കെയാണ് കാണുന്നത് കേട്ടോ. ഇനി ഓഫ്സെറ്റ്. ഓഫ്സെറ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ റണ്ണർ പോലത്തെ സ്ട്രക്ചർ തന്നെയാണ് കേട്ടോ. റണ്ണർ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഇതേപോലത്തെ ക്രീപ്പിംഗ് ബോഡിയാണ്. ഓഫ്സെറ്റ് സാധാരണയായിട്ട് പക്ഷേ അക്വാറ്റിക് ഹാബിറ്റാറ്റിലാണ് കാണുന്നതെന്ന് മാത്രം ഉണ്ടോ. ഇവിടെ ഇങ്ങനെ അടുത്തടുത്തായിരിക്കും നോഡ്സ് ഉള്ളത്, അടുത്തടുത്തായിരിക്കും നോഡ്സ് ഉള്ളത് എന്ന് പറഞ്ഞാൽ ഇന്റർനോഡൽ ഡിസ്റ്റൻസ് കുറവാണ്. ഇവിടുന്ന് അവർക്ക് വേരുണ്ടാവും, ഇവിടുന്ന് അതിന് ഇലയുണ്ടാവും, അതേപോലെ ഇവിടുന്ന് വേരുണ്ടാവും, ഇവിടുന്ന് ഇലയുണ്ടാവും. അങ്ങനെ ഓരോ നോഡിൽ നിന്നും വേരും ഇലയുണ്ടാവും. അപ്പോൾ അത് ഇവിടെ പൊട്ടിപ്പോയാൽ ഇതൊരു പ്ലാന്റ് ആവും, ഇത് വേറൊരു പ്ലാന്റ് ആവും. ഇവിടെ പൊട്ടിപ്പോയാൽ ഇതൊരു പ്ലാന്റ് ആവും, ഇതൊരു പ്ലാന്റ് ആവും, ഇത് വേറൊരു പ്ലാന്റ് ആവും. അപ്പോൾ ഇങ്ങനത്തെ കേസിൽ ഒരുപാട് വളരെ പെട്ടെന്ന് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ചെയ്യാനും ഒരുപാട് റാപ്പിഡ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാനും സാധിക്കും. ഇതൊക്കെ സാധാരണ കാണുന്നത് വാട്ടർ ഹയാസിന്ത്. വാട്ടർ ഹയാസിന്ത് അല്ലെങ്കിൽ എയ്ക്കോർണിയ, അതുപോലെ പിസ്റ്റിയ, ഇങ്ങനത്തെയൊക്കെ വാട്ടർ പ്ലാന്റിലാണ് ഇത് കാണുക. ഇതിന്റെ ഈ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ കൊണ്ടൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ബിക്കമിങ് ആസ് എ ത്രെറ്റ് ടു ദ വാട്ടർ ബോഡി. വാട്ടർ ബോഡിക്ക് ഒരു വല്ലാത്ത ത്രെറ്റ് തന്നെയാണത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിന് എന്തോരം ഓക്സിജൻ കിട്ടിയാലും മതിയാവില്ല. കംപ്ലീറ്റ് ഓക്സിജനും വെള്ളത്തിൽ നിന്ന് ഇതിങ്ങനെ ഡ്രാഗ് ചെയ്ത് എടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ ഓക്സിജൻ ഡെഫിഷ്യൻസി വെള്ളത്തിന് വരികയും ബാക്കി അക്വാറ്റിക് ഓർഗാനിസത്തിന് അതൊരു ത്രെറ്റായിട്ട് മാറുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന വാട്ടർ ഹയാസിന്ത് അല്ലെങ്കിൽ എയ്ക്കോർണിയനെ നമ്മൾ ടെറർ ഓഫ് ബംഗാൾ എന്നൊക്കെ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ടെറർ ഓഫ് ബംഗാളിനെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്ന് ആ പൂവിന്റെ ഭംഗിയൊക്കെ കണ്ടിട്ടാണ്, അതിന്റെ പച്ചപ്പൊക്കെ കണ്ടിട്ടാണ് നമ്മുടെ നാട്ടിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത്. പക്ഷെ ഇന്ന് അത് ഒരു ടെറർ ആയിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നതാണ് ഈ പറയുന്ന വാട്ടർ ഹയാസിന്ത് അല്ലെങ്കിൽ എയ്ക്കോർണിയ. അത് അങ്ങനെ വളരാനുള്ള കാരണം അതിന്റെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ മെത്തേഡിന്റെ പ്രത്യേകത കൊണ്ടാണ്. ഓഫ്സെറ്റ് ആണ് അതിന്റെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ എന്ന് പറയുന്ന. ഓഫ്സെറ്റിന് ഇന്റർനോഡൽ ലെങ്ത് വളരെ കുറവായതുകൊണ്ട് ആ ഇന്റർനോഡൽ ലെങ്ത് ഓരോ എവിടെയൊക്കെ കട്ടാവുന്നോ അവിടെയൊക്കെ പുതിയ പുതിയ പ്ലാന്റ് ആയിട്ട് ഉണ്ടാവുന്നതുകൊണ്ട് ലാർജ് നമ്പർ ഓഫ് പ്ലാന്റ്സ് ഇറ്റ് വിൽ ബി പ്രൊഡ്യൂസ്ഡ്. ഇനി ഏരിയൽ സ്റ്റെം. ഏരിയൽ സ്റ്റെമ്മോ മോഡിഫൈ ചെയ്ത, അപ്പൊ റണ്ണറും സ്റ്റോളനും ഓഫ്സെറ്റും ആണ് സബ് ഏരിയൽ സ്റ്റെം. ഇനി ഏരിയൽ സ്റ്റെം ആണ് കേട്ടോ. ഏരിയൽ സ്റ്റെം മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് സീൻ ഇൻ ദ കേസ് ഓഫ് ഷുഗർ കെയിൻ. ഷുഗർ കെയിനിൽ കാണാം നമുക്ക്. ഈ ഷുഗർ കെയിന് സ്റ്റിൽറ്റ് റൂട്ട് എന്ന് പറഞ്ഞിട്ടൊരു സാധനം നമ്മൾ 11th പഠിച്ചിട്ടില്ലേ. ആ സ്റ്റിൽറ്റ് റൂട്ട് ഉള്ളതുകൊണ്ട് തന്നെ ഷുഗർ കെയിൻ മറിഞ്ഞു കിടന്നാലും അതിന്റെ സ്റ്റിൽറ്റ് റൂട്ട് വരുന്ന ഭാഗത്തുനിന്ന് റൂട്ട് വന്നു കഴിഞ്ഞാൽ അതൊരു പുതിയ പ്ലാന്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാം. അതേപോലെ തന്നെ കാക്ടസിൽ ഈ പറയുന്ന ഏരിയൽ സ്റ്റെമ്മിന്റെ മോഡിഫിക്കേഷൻ ഫോർ ദ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ നമുക്ക് കാണാൻ കഴിയും കേട്ടോ. അപ്പോൾ ഷുഗർ കെയിനിലും കാക്ടസിലും ഒക്കെ നമുക്ക് ഈ ഏരിയൽ സ്റ്റെമ്മിന്റെ മോഡിഫിക്കേഷൻ ഫോർ ദ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ നമുക്ക് കാണാൻ പറ്റും. ഇനി ലീഫ്. ലീഫിലെ ലീഫ് ബഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന, ലീഫ് ബഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബ്രയോഫില്ലം പോലത്തെ പ്ലാന്റ്സിന്റെ ലീഫിന്റെ നോച്ചസിന്ന്, നോച്ചസ് എന്ന് പറഞ്ഞാൽ ആ ലീഫിന്റെ മാർജിൻ ഇല്ലേ, ഇപ്പൊ ഇതൊരു ലീഫ് ആന്നിരിക്കട്ടെ. ഈ ലീഫിന്റെ നോച്ച് എന്ന് പറയുന്നതായി ഇതുപോലൊരു മാർജിൻ ഉണ്ടാവും ലീഫിന് അല്ലേ.
കണ്ട, ഇത് ഓരോന്നും ഇതിന്റെ നോച്ചാണ്. ഈ ഓരോ നോച്ചസിൽ നിന്നും ഇതങ്ങനെ ബഡ് ഇതേപോലെ ബഡ് പ്രൊഡ്യൂസ് ചെയ്യാം. അതിനെയാണ് നമ്മൾ എന്ത് പറയാ, ലീഫ് ബഡ്സ് എന്ന് പറയുന്നത്. ഇത് സാധാരണയായിട്ട് ബ്രയോഫില്ലം അതേപോലെ തന്നെ കലാഞ്ചോ എന്നൊക്കെ പറഞ്ഞ പ്ലാന്റിൽ ഉണ്ടാവാറുണ്ട്. ഓക്കെ, അതാണ് ലീഫ് ബഡ് വിച്ച് ഈസ് മോഡിഫൈഡ് ഫോർ ദ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. ഇനി ബഡ് വിച്ച് ഈസ് മോഡിഫൈഡ് ഫോർ ദ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഈസ് കോൾഡ് ആസ് ബൾബിൽ എന്ന് പറയും. ഈ ബൾബിൽ എന്ന് പറയുന്നത് നമ്മൾ ഈ അഗേവ് എന്ന് പറയുന്ന മരുഭൂമിയിലൊക്കെ കാണുന്ന പ്ലാന്റ് ഉണ്ടല്ലോ, അഗേവ് എന്ന് പറയുന്ന മരുഭൂമിയിലൊക്കെ കാണുന്ന ഒരു തരം പ്ലാന്റിന്റെ ബഡ്, അത് ന്യൂട്രിയന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് ഈ കാച്ചിൽ കിഴങ്ങ് എന്ന് പറയില്ലേ, കാവുത്ത് എന്ന് പറയുന്ന സാധനം, കാച്ചിൽ കിഴങ്ങ് എന്ന് പറയില്ലേ, ഡയോസ്കോറിയ, ആ ഡയോസ്കോറിയയിലും നമുക്ക് ഈ ബൾബിൽ കാണാൻ പറ്റും. അഗേവിൽ കാണുന്ന എക്സാമ്പിൾ ഫോർ ദിസ് ഈസ് അഗേവ് എന്ന് പറയുന്ന മരുഭൂമിയിൽ കാണുന്ന ഒരു പ്ലാന്റ് ആണ്. അതേപോലെ തന്നെ ഡയോസ്കോറിയ. ഡയോസ്കോറിയയും ഇതേപോലെ തന്നെ ബൾബിൽ എന്ന ബഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ. അപ്പൊ ഇത്രയാണ് നമ്മുടെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ലൈൻ ബൈ ലൈൻ ആയിട്ടൊന്ന് നോക്കാം. See, plants the unit of vegetative propagation such as runner എന്തിനകത്ത്, ഗ്രാസിനകത്ത്, rhizome, ginger, sucker that is seen in chrysanthemum, pineapple, tuber, potato, offset, water hyacinth, bulb, onion. These all are capable of giving rise to new offspring. ഇതിനെല്ലാം ഒരു പുതിയ ഓസ്പ്രിംഗ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് കേട്ടോ. ഈ സ്ട്രക്ചറിനെ എല്ലാം നമ്മൾ പറയുന്നതാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ, ബിക്കോസ് ദ പ്ലാന്റ് പാർട്ട് വിച്ച് ഈസ് ഏബിൾ ടു പ്രൊപ്പഗേറ്റ് ആസ് എ കംപ്ലീറ്റ് പ്ലാന്റ് ബോഡി ദാറ്റ് ഈസ് കോൾഡ് ആസ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ. കണ്ടോ, ഇതാണ് ട്യൂബർ എന്ന് പറയുന്നത്. ട്യൂബറിന്റെ ഐ എന്ന് പറയുന്ന അല്ലെങ്കിൽ നോഡ്സ് എന്ന് പറയുന്ന ഈ റീജിയൻ ആണ്. ഇവിടുന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ദ ഐ ബഡ്, ജെർമിനേറ്റിംഗ് ഐ ബഡ്സ് ആണ് ഈ കാണുന്നത്. ഇത് ഓരോ ഐ ബഡും എന്തായിട്ട് മാറാം, ഒരു പുതിയ ഓർഗാനിസം ആയിട്ട് ഡെവലപ്പ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇങ്ങനെ ഓരോ ഓർഗാനിസവും പുതിയതായിട്ട് ഓരോ ബഡും പുതിയ ഓർഗാനിസം ആയിട്ട് ഡെവലപ്പ് ചെയ്യാം. അതാണ് അതിന്റെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ എന്ന് പറയുന്ന ഫിനോമിന. നെക്സ്റ്റ് റൈസോം ആണ് ഈ കൊടുത്തിട്ടുള്ളത്. ജിഞ്ചറിന്റെ കണ്ടോ, നോഡും ഇന്റർനോഡും അതുപോലെ സ്കെയിൽ ലീവ്സും അതിന്റെ നോഡിൽ നിന്ന് വന്നിട്ടുള്ള ബഡും ഈ ബഡിന് പുതിയൊരു പ്ലാന്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാം. ഇത് അതിന്റെ അണ്ടർഗ്രൗണ്ട് സ്റ്റെം ഇതാ കണ്ടോ, ഇതാണ് അതിന്റെ അഡ്വന്റേഷ്യസ് റൂട്ട് ആണ് കേട്ടോ. ഇതതിന്റെ റൂട്ടാണ് അഡ്വന്റേഷ്യസ് റൂട്ട്. ഇത് അതിന്റെ ബഡ്സ് ആണ്, ഇത് അതിന്റെ നോഡാണ്. ഈ ഓരോ നോഡും ഇതിന്റെ ഇടയിലുള്ള ഗ്യാപ്പിന് നമുക്ക് ഇന്റർനോഡ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇതിന് വേറൊരു കപ്പാസിറ്റി ഉണ്ട്, പെരിനേഷൻ കപ്പാസിറ്റി. നമ്മൾ പറഞ്ഞു അൺഫേവറബിൾ കണ്ടീഷനിൽ ഡോർമൻ സ്റ്റേജിൽ ഇരിക്കുകയും ഫേവറബിൾ കണ്ടീഷൻ അത് പുതിയൊരു പ്ലാന്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നത് ഈ പറയുന്ന റൈസോമിന്റെ ഒരു ക്യാരക്ടറാണ്. റൈസോം കാണുന്നത് ജിഞ്ചർ, ടർമറിക്, ബനാന, ഇതിനകത്തൊക്കെ റൈസോമിന് എക്സാമ്പിൾ ആണ്. പിന്നെ നെക്സ്റ്റ് വൺ അഗേവ്. ഇത് അഗേവ് ബഡ്, ഇതിനെ ബൾബിൽ എന്ന് പറയുന്നത് കേട്ടോ. ഈ ഒരു സ്ട്രക്ചറാണ് ബൾബിൽ ഓഫ് അഗേവ് എന്ന് പറയുന്നത്. അഗേവിന്റെ ബൾബിലാണ് ഈ കാണുന്നത്. ഇത് ന്യൂട്രിയന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. മരുഭൂമിയിലൊക്കെ കാണുന്ന ഒരു പ്ലാന്റിന്റെ ബഡാണ് ഈ കാണുന്നത്. അതേപോലെ തന്നെ ഡയോസ്കോറിയ എന്ന് പറയുന്നത് നമ്മൾ കാച്ചിൽ കിഴങ്ങ് നമ്മൾ കഴിക്കുന്നില്ലേ, അതാണ് അതിന്റെ ബഡ് അല്ലെങ്കിൽ ബൾബിൽ എന്ന് പറയുന്നത് കേട്ടോ. അതേപോലെ ചില പുല്ലുകൾക്കുണ്ട് ബഡ്സ് താഴെ വീണ് മുളച്ചു വരുന്നത്, അതും ഇങ്ങനെ ബൾബിൽ നിന്ന് തന്നെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതേപോലെ നെക്സ്റ്റ് വൺ ലീഫ് ബഡ് കേട്ടോ. ലീഫ് ബഡ് എന്ന് പറയുന്നത് ഇതാണ് കണ്ടോ, നോച്ചസിന്ന് ഇങ്ങനെ വേരും അതുപോലെ തന്നെ ഒരു കംപ്ലീറ്റ് പ്ലാന്റും ഡെവലപ്പ് ചെയ്യാനുള്ള കഴിവുണ്ട് ഇതിന്. ബ്രയോഫില്ലം അല്ലെങ്കിൽ കലാഞ്ചോ എന്നൊക്കെ പറയുന്ന പ്ലാന്റിന് അത് ലീഫ് ബഡിന് എക്സാമ്പിൾ ആണ്. അതേപോലെ ഓഫ്സെറ്റ് വാട്ടർ ഹയാസിന്ത്, അതായത് എയ്കോർണിയ ക്രാസിപ്സ് എന്ന് പറയുന്ന ടെറർ ഓഫ് ബംഗാൾ എന്നറിയപ്പെടുന്ന നമ്മുടെ മറൈൻ ഡ്രൈവിലൊക്കെ നോക്കി ഇഷ്ടം പോലെ, അത് സാധാരണയായിട്ട് ഇങ്ങനെ സ്റ്റാൻഡിങ് വാട്ടറിലാണ് കാണുന്നത്. ഒഴുകി നടക്കുന്ന വെള്ളത്തിലല്ല, കുറച്ചിങ്ങനെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിനകത്താണ് ഇത് വളരുക. അതേപോലെ ഇതിന് ഇറ്റ് ഈസ് ത്രെറ്റ് ടു അതർ അക്വാറ്റിക് ഓർഗാനിസം എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഓക്സിജൻ ഡ്രെയിൻ ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ ഇത് ത്രെറ്റ് ടു അതർ ഓർഗാനിസം എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി നമുക്ക് അത്രയും ഭാഗം ഒന്ന് വായിച്ചു നോക്കാം. യു ഹാവ് ലേൺഡ് അബൌട്ട് വെജിറ്റേറ്റീവ് റിപ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്സ് ഇൻ ക്ലാസ് 11. വാട്ട് ഡു യു തിങ്ക്? ഈസ് വെജിറ്റേറ്റീവ് റിപ്രൊഡക്ഷൻ ഓൾസോ എ ടൈപ്പ് ഓഫ് അസെക്ഷൽ റിപ്രൊഡക്ഷൻ? വൈ ഡു യു സേ സോ? ഈസ് ദ ടേം ക്ലോൺ ആപ്ലിക്കബിൾ ടു ദ ഓസ്പ്രിംഗ് ഫോംഡ് ബൈ വെജിറ്റേറ്റീവ് റിപ്രൊഡക്ഷൻ? എന്താ നിങ്ങൾ പറയുന്നത്? വെജിറ്റേറ്റീവ് റിപ്രൊഡക്ഷൻ എന്ന് പറയുന്ന അസെക്ഷൽ റിപ്രൊഡക്ഷൻ ആണ്. അതേപോലെ തന്നെ എന്തുകൊണ്ടാണ് അത് ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ വെജിറ്റേറ്റീവ് പാർട്ട് ഓഫ് ദ പ്ലാന്റ് ബോഡി അതേപോലെ തന്നെ ജനറ്റിക്കലി മോർഫോളജിക്കലി ഐഡന്റിക്കൽ ആയിട്ടുള്ള പേരന്റൽ ഓർഗാനിസത്തിനെ പോലത്തെ തന്നെ ഒരു
പുതിയ ഓസ്പ്രിങ്ങിനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ ക്ലോൺ എന്ന ഒരു ടേം ഇതിന് ആപ്ലിക്കബിൾ ആണ്. ബിക്കോസ് ദ ഓസ്പ്രിങ് വിച്ച് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഇറ്റ് വിൽ ബി എക്സാക്ട്ലി സിമിലർ ടു ദയർ പാരന്റ്സ് ബോത്ത് മോർഫോളജിക്കലി ആൻഡ് ജനറ്റിക്കലി. അതുകൊണ്ട് നമുക്കതിനെ ക്ലോൺ എന്നും വിളിക്കാം. Next, while animals and other simple organisms, the term asexual is used unambiguously. In plants, the term vegetative reproduction is frequently used. See here, animals in the case, simple animals like simple organisms in the case, asexual reproduction unambiguously. വളരെ വ്യക്തതയോട് കൂടിയിട്ട് തന്നെ നമ്മൾ asexual reproduction എന്ന് ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്നാണ് പക്ഷേ പ്ലാന്റ്സിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ ഇൻ പ്ലാന്റ്സ് ദ യൂണിറ്റ് ഓഫ് vegetative propagation is while in animals and other simple organisms the term asexual is used unambiguously. In plants the term vegetative reproduction is frequently used. In plants the unit of vegetative propagation such as runner, rhizome, sucker, tuber, offset, bulb are applicable of giving rise to new offsprings. These structures are called as vegetative propagule. അപ്പോൾ നമുക്ക് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷന് നമുക്ക് അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയാം. ബിക്കോസ് രണ്ട് പേരൻസ് അവിടെ ഇൻവോൾവ് ആകുന്നില്ല അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ, അല്ലെ? വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഒബ്വിയസ്ലി സിൻസ് ദ ഫോർമേഷൻ ഓഫ് ദീസ് സ്ട്രക്ചർ ഡസ് നോട്ട് ഇൻവോൾവ് ടു പേരൻസ്, ദ പ്രോസസ് ഇൻവോൾവ് ഈസ് അസെക്ഷൽ. ഓക്കെ, ചില ഓർഗാനിസത്തിലെ ബോഡി ബ്രേക്ക് ചെയ്ത് കുറച്ച് പീസസ് ആയിട്ട് മാറും, അതായത് ഫ്രാഗ്മെന്റ്സ് ആയിട്ട് മാറും. ഓരോ ഫ്രാഗ്മെന്റും ഒരു അഡൽട്ട് ഓർഗാനിസം ആയിട്ട് അല്ലെങ്കിൽ അഡൽട്ട് ഓർഗാനിസം ആയിട്ട് മാറും. ആ അഡൽട്ട് ഓർഗാനിസത്തിന് ഓസ്പ്രിങ്ങിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുകയും ചെയ്യും. അതിനെയാണ് അങ്ങനത്തെ ആ തരത്തിലുള്ള അസെക്ഷൽ റിപ്രൊഡക്ഷനെയാണ് നമ്മൾ ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഫോർ ദാറ്റ് ഈസ് ഹൈഡ്ര. അതായത് ഹൈഡ്രയൊക്കെ അതിന്റെ ബോഡീനെ ചെറിയ ചെറിയ ഫ്രാഗ്മെന്റ്സ് ആക്കി മാറ്റി ആ ഓരോ ഫ്രാഗ്മെന്റും പുതിയ ഒരു ഓർഗാനിസം അഡൽട്ട് ഓർഗാനിസം ആയിട്ട് മാറുകയും അത് വീണ്ടും അതേപോലെ തന്നെ റീപ്രൊഡക്ഷൻ കേപ്പബിലിറ്റി കാണിക്കുകയും ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വേറൊരു റീപ്രൊഡക്ഷൻ പ്രോസസ് ഉണ്ട് കേട്ടോ, റീജനറേഷൻ എന്ന് പറയുന്ന പ്ലാനേറിയയിലൊക്കെ കാണുന്നതാണ് റീജനറേഷൻ. റീജനറേഷനിൽ അതിന്റെ ബോഡി ഇങ്ങനെ ചെറിയ ചെറിയ ഫ്രാഗ്മെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ലോസ്റ്റ് പാർട്ട് ഡെവലപ്പ് ചെയ്യാണ് ചെയ്യുക. അവിടെ റീജനറേറ്റീവ് സെൽസ് ആണ് വർക്ക് ചെയ്യുന്നത്. ഫ്രാഗ്മെന്റേഷനിൽ അങ്ങനെയല്ല, അത് എത്ര ഫ്രാഗ്മെന്റ് ആയിട്ട് മാറിയാലും ആ കംപ്ലീറ്റ് ഓർഗാനിസം അതിൽ നിന്ന് ഡെവലപ്പ് ആവുകയാണ് ചെയ്യുന്നത്. മറ്റത് ലോസ്റ്റ് പാർട്ട് ഡെവലപ്പ് ആവുകയാണ് ചെയ്യുക റീജനറേറ്റീവ് സെൽസിനെ വെച്ചിട്ട് കേട്ടോ. ഇനി നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് വാട്ടർ ബോഡിയിൽ ടെറർ ഓഫ് ബംഗാൾ എന്ന് പറയുന്നത്. ടെറർ ഓഫ് ബംഗാൾ എന്ന് പറഞ്ഞാൽ വാട്ടർ ഹയാസിന്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു എയ്ക്കോർണിയ ക്രാസിപ്സ് എന്ന് പറയുന്ന പ്ലാന്റ്, എയ്ക്കോർണിയ ക്രാസിപ്സ് എന്ന് പറയുന്ന പ്ലാന്റ് ഒരു ഇൻവേസീവ് വീടാണ്, അതായത് പുറത്തുനിന്ന് കൊണ്ടുവന്ന ഒരു വീടാണ്. സ്റ്റാൻഡിങ് വാട്ടർ എവിടെയുണ്ടോ അവിടെയൊക്കെ വളരാൻ കഴിയുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ. അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് കംപ്ലീറ്റ് ഓക്സിജനെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുക്കുക, അത് ബാക്കി ഫിഷസിന്റെ ഡെത്തിന് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ എക്കോളജിയിൽ പഠിക്കുന്നതാണ് ഈ പറയുന്ന വാട്ടർ ഹയാസിന്തിനെ പറ്റിയിട്ട് കേട്ടോ. ഇനി ഈ പറയുന്ന പ്ലാന്റ് ശരിക്കും നമ്മുടെ നാട്ടിലേക്ക് എന്തിനു വേണ്ടി കൊണ്ടുവന്നതാണ്? ഇത്രയും മോശമായിട്ടുള്ള ഒരു പ്ലാന്റ് അല്ലെങ്കിൽ ഇത്രയും ത്രെറ്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് എന്തിനു വേണ്ടിയിട്ടാണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നതെന്ന് വെച്ചാൽ അതിന്റെ ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സും അതിന്റെ ലീവ്സിന്റെ ഷേപ്പും ഒക്കെ കണ്ടിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. അത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന എന്ത് വഴിയാണ്? ഓഫ്സെറ്റ് വഴിയാണ് അത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അതിന്റെ പ്രൊപ്പഗേഷൻ, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഒരു ഫിനോമിനൽ റേറ്റിൽ വളരെ ഫാസ്റ്റ് ആയതുകൊണ്ടാണ് അത് വാട്ടർ ബോഡിയിൽ വളരെ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യാനും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരുപാട് സ്പ്രെഡ് ചെയ്യാനും നമുക്ക് അതിൽ നിന്ന് ഗെറ്റ് റിഡ് ഓഫ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാവാനും കാരണം കേട്ടോ. അപ്പോൾ നമുക്ക് ആ രണ്ട് പാരഗ്രാഫ് നോക്കാം. ഒബ്വിയസ്ലി സിൻസ് ദ ഫോർമേഷൻ ഓഫ് ദീസ് സ്ട്രക്ചേഴ്സ് ഡസ് നോട്ട് ഇൻവോൾവ് ടു പാരന്റ്സ്, ദ പ്രോസസ് ഇൻവോൾവ്ഡ് ഈസ് അസെക്ഷൽ. In some organisms, if the body breaks into distinct pieces, each fragment grows into an adult capable of producing offspring. Example, Hydra. This is also a mode of asexual reproduction called fragmentation. You must have heard about the scourge of the water bodies or about the terror of Bengal. Scourge എന്ന് പറഞ്ഞാൽ എന്താ പറയാ, ഒരു ത്രെറ്റ് എന്നാണ് കേട്ടോ. ത്രെറ്റ്, ഭീഷണിയായിട്ട് വാട്ടർ ബോഡിക്ക് ഭീഷണിയായിട്ടുള്ളത്. ദിസ് ഈസ് നത്തിങ് ബട്ട് ദ അക്വാറ്റിക് പ്ലാന്റ് വാട്ടർ ഹയാസിന്ത് വിച്ച് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇൻവേസീവ് വീഡ്. പുറത്തുനിന്ന് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്ന ഒരു വീടാണ്. വീടെന്ന് പറഞ്ഞാൽ കള എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത ഒരു പ്ലാന്റ്. ഫൗണ്ട് ഗ്രോയിങ് വേർ എവർ ദർ
is standing water. ഇത് സ്റ്റാൻഡിംഗ് വാട്ടർ എവിടെയുണ്ടോ അവിടെയൊക്കെ വളരും. It drains oxygen from the water which leads to the death of fishes. You will learn more about it in chapter 13 and 14 ecology. You may find it interesting to know that this plant was introduced in India because of its beautiful flowers and shape of leaves. Since it can propagate vegetatively at a phenomenal rate and spread all over the water body in a short period of time, it is very difficult to get rid of them. Okay. ഇനി നമ്മൾ potato, sugar cane, banana, ginger, dahlia, these all are cultivated, right? ഇതിനെ കുറിച്ചിട്ട് ഒരു പ്രോപ്പർ അവയർനെസ് നമുക്കുണ്ടോ? എങ്ങനെയാണ് അത് കൾട്ടിവേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് അത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. പൊട്ടാറ്റോ അതിന്റെ ട്യൂബറിലുള്ള ആക്സിലറി ബഡ് ഡെവലപ്പ് ആയിട്ടാണ് പൊട്ടാറ്റോ ആയിട്ട് മാറുന്നത്. ഷുഗർ കെയിൻ ഏരിയൽ സ്റ്റെം ആണ് അതിന്റെ പ്രൊപ്പഗേഷന് ഹെൽപ്പ് ചെയ്യുന്നത്. ബനാന റൈസോം ആണ്, ജിഞ്ചർ റൈസോം, ഡാലിയ റൂട്ടാണ് അതിന്റെ പ്രൊപ്പഗേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഹാവ് യു സീൻ സ്മോൾ പ്ലാന്റ്സ് എമർജിംഗ് ഫ്രം the bud called eyes of potato tuber? കണ്ടോ, പൊട്ടാറ്റോന്റെ ട്യൂബർ ആണ്. From the rhizome of banana and ginger it show rhizome. When you carefully try to determine the site of origin of new plantlets in the plants listed above, you will notice that they invariably arise from the nodes present in the modified stem of these plants. നമ്മൾ ഈ ഏത് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ എടുത്ത് നോക്കിയാലും അതിൻ്റെയൊക്കെ ബഡ് അറൈസ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? അതിൻ്റെ നോഡ് റീജിയനിൽ നിന്നാണ് അതിൻ്റെയൊക്കെ ബഡ് അറൈസ് ചെയ്യുന്നത് കേട്ടോ. ആ നോഡ് റീജിയൻ ഡാം സോയിൽ അല്ലെങ്കിൽ വാട്ടറുമായിട്ട് കോൺടാക്ട് വരുമ്പോൾ അത് റൂട്ട് പ്രൊഡ്യൂസ് ചെയ്യും, അതുപോലെ തന്നെ പുതിയ പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്ക് കാണാം. ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ബഡിന് നമ്മൾ അഡ്വൻറ്റേഷ്യസ് ബഡ് എന്നാണ് പറയാം. അതായത് ഈ സ്റ്റെമ്മുമ്മയും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബഡിനെ നമ്മൾ അഡ്വൻറ്റേഷ്യസ് ബഡ് എന്നാ പറയാം. അതേപോലെ അഡ്വൻറ്റേഷ്യസ് ബഡ് ലീഫിന്റെ നോച്ചസിലും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് ബ്രയോഫില്ലത്തിൽ നമ്മൾ കാണുന്ന ഒരു വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ മെത്തേഡാണ്. ഓക്കെ, അതേപോലെ ഗാർഡനേഴ്സും ഫാർമേഴ്സും ഒക്കെ ഇത് കൊമേഴ്ഷ്യൽ പ്രൊപ്പഗേഷന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പ്ലാന്റ്സിന്റെ കൊമേഴ്ഷ്യൽ പ്രൊപ്പഗേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ പ്ലാന്റ് ഒക്കെ ഫ്ലവറിംഗ് പ്ലാന്റ്സ് അല്ലാത്തത് കൊണ്ടല്ല. ഇതിനകത്ത് നമുക്ക് പല പ്ലാന്റിന്റെയും സീഡ് എടുക്കാവുന്നതാണ്. പക്ഷെ ആ സീഡ് കൾട്ടിവേറ്റ് ചെയ്ത് അതൊരു പുതിയ പ്ലാന്റ് ആയിട്ട് വരുമ്പോഴത്തേക്കും ഒരുപാട് സമയം എടുക്കും. അതേസമയം ഈ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ വെച്ചിട്ട് അത് കൾട്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി ഈസിലി ഗ്രോൺ അപ്പ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു പാരഗ്രാഫ് നോക്കാം. ആർ യു അവെയർ ഹൗ പ്ലാന്റ്സ് ലൈക്ക് പൊട്ടാറ്റോ, ഷുഗർ കെയിൻ, ബനാന, ജിഞ്ചർ, ഡാലിയ ആർ കൾട്ടിവേറ്റഡ്? ഹാവ് യു സീൻ സ്മോൾ പ്ലാന്റ്സ് എമർജിംഗ് ഫ്രം ദ ബഡ്സ് ഓർ കോൾഡ് ഐസ് ഓഫ് ദ പൊട്ടാറ്റോ ട്യൂബർ from the rhizome of banana and ginger? When you carefully try to determine the site of origin of new plantlets in the plants listed above, you will notice that they invariably arise from the nodes present in the modified stem of these plants. When the nodes come in contact with damp soil or water, they produce roots and new plants. Similarly, adventitious buds arise from the notches present at margins of leaves of bryophyllum. This ability is fully exploited by gardeners and farmers for commercial propagation of such plants. ഗാർഡനേഴ്സും ഫാമേഴ്സും ഒക്കെ ഇന്ന് ഈ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ വഴിയാണ് പ്ലാന്റ്സിനെ അധികം പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നത്. കാരണം അതേ വെറൈറ്റി, അതേ സ്പെസിഫിക് ആയിട്ടുള്ള ആ ഒരു പർട്ടിക്കുലർ പ്ലാന്റിനെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും അസെക്ഷൽ റിപ്രൊഡക്ഷൻ ആണ് നല്ലത് കേട്ടോ. അതേപോലെ തന്നെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ അത് സിമ്പിൾ ഓർഗനൈസേഷനുള്ള ബോഡി ഓർഗനൈസേഷനുള്ള ഓർഗാനിസത്തിലെ ഒരു കോമൺ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ്. അതായത് ആൽഗെ, ഫംഗൈ, അതേപോലെ തന്നെ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഓർഗാനിസംസ് ലൈക്ക് പ്രോട്ടിസ്റ്റ, അവർക്കൊക്കെ ഈ പറയുന്ന അസെക്ഷൽ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ്. ഓക്കെ, ഇനി ഈ അസെക്ഷൽ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ കാണിക്കുന്ന പല ഓർഗാനിസവും സെക്ഷൽ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷനിലേക്ക് മൂവ് ചെയ്യും. എപ്പോഴാണെന്ന് ചോദിച്ചാൽ അഡ്വേഴ്സ് കണ്ടീഷൻ വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു എക്സ്ട്രീം ക്ലൈമാറ്റിക് കണ്ടീഷൻ വരുമ്പോൾ. ഓക്കെ, സോ ഹിയർ വി ക്യാൻ സേ ദേ ഷിഫ്റ്റ് ടു സെക്ഷൽ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ ജസ്റ്റ് ബിഫോർ ഓൺസെറ്റ് ഓഫ് അഡ്വേഴ്സ് കണ്ടീഷൻ. അതായത് അതിന് അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള കണ്ടീഷൻ വരുമ്പോൾ അത് പെട്ടെന്ന് സെക്ഷൽ റീപ്രൊഡക്ഷനിലേക്ക് മാറും. എങ്ങനെയാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഒരു ഓർഗാനിസത്തിനെ അൺഫേവറബിൾ കണ്ടീഷനിൽ സർവൈവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്? നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സീഡ്സ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറേ നാൾ സ്റ്റോർ ചെയ്ത് വെക്കാം. പക്ഷെ ഒരു ചെടിയുടെ കമ്പ് മുറിച്ചിട്ട് നമുക്ക് ഒരുപാട് നാൾ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അതുപോലെ അതിന്റെ ബഡ് എടുത്തിട്ട് ഒരുപാട് നാൾ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ആ സീഡിനെ നമുക്ക് കുറച്ചധികം നാൾ അഡ്വേഴ്സ് കണ്ടീഷനിൽ, ഡ്രൈ കണ്ടീഷനിലാണെങ്കിലും നമുക്കതിനെ സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ അതുകൊണ്ടാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ എപ്പോഴും അഡ്വേഴ്സ് കണ്ടീഷനിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ട് സെക്ഷൽ റീപ്രൊഡക്ഷനിലേക്ക് ഓർഗാനിസം ഷിഫ്റ്റ് ചെയ്യാനുള്ള കാരണം കേട്ടോ. അസെക്ഷൽ റീപ്രൊഡക്ഷനും അതുപോലെ തന്നെ സെക്ഷൽ റീപ്രൊഡക്ഷനും ഹയർ പ്ലാന്റ്സിൽ എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ,
ഇനി on the other hand, only sexual mode of reproduction is present in most of the animals. Animalsന്റെ കേസിലാണെങ്കിൽ ഹയർ ആനിമൽസിൽ ഒരിക്കലും അസെക്ഷൽ റിപ്രൊഡക്ഷൻ കാണാറില്ല, സെക്ഷൽ മോഡ് ഓഫ് റിപ്രൊഡക്ഷൻ മാത്രമേ കാണാറുള്ളൂ. പക്ഷേ പ്ലാന്റ്സിന്റെ കേസിലാണെങ്കിൽ ഹയർ പ്ലാന്റ്സിലെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ അസെക്ഷൽ റിപ്രൊഡക്ഷൻ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പാരഗ്രാഫ് ഒന്ന് നോക്കാം. ഇറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ് ടു നോട്ട് ദാറ്റ് അസെക്ഷൽ റിപ്രൊഡക്ഷൻ ഇസ് ദ കോമൺ മെത്തേഡ് ഓഫ് റിപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസംസ് that have a relatively simple organization like algae and fungi, and that they shift to sexual mode of reproduction just before the onset of adverse condition. Find out how sexual reproduction enabled these organisms to survive during unfavorable conditions. Why is sexual reproduction favored under such conditions? Asexual or vegetative as well as sexual mode of reproduction are exhibited by the higher plants. On the other hand, only sexual mode of reproduction is present in most of the animals. Okay, അപ്പോൾ ഇത്രയും നമ്മൾ ഈ ഒരു സെഷനിൽ പഠിക്കുന്ന സെക്ഷൽ റിപ്രൊഡക്ഷൻ കംപ്ലീറ്റ് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ കുറച്ച് എക്സ്ട്രാ ആയി പോയിട്ടുണ്ട്, സാരില്ല. അത്രേ സെക്ഷൽ റിപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് വലിയ ടോപ്പിക് അല്ലാത്തതുകൊണ്ടാണ് ഞാൻ അതൊരു സെഷനിൽ തന്നെ പറഞ്ഞത്. അപ്പോൾ ഇന്ന് തന്നെ അത് പഠിക്കാൻ ശ്രമിക്കണം കേട്ടോ. നമുക്ക് സെക്ഷൽ റിപ്രൊഡക്ഷൻ അടുത്ത സെഷനിൽ നോക്കാം.